Hello? 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 Hello, Aaron, hello. Good afternoon, all. Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good Good afternoon, ma'am. afternoon. Good afternoon, ma'am. Good afternoon. മിസ്സിന്റെ പേരെന്താ? എന്റെ പേര് ജിഷ എന്നാണല്ലോ. ജിഷ, JISH. സ്കൂളിലെ പേരെന്താ? എന്തോ? സ്കൂളിലെ പേരെന്താണ്? ഞാൻ പഠിക്കുന്ന സ്കൂളിന്റെ ആണോ അതോ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളാണോ? ഇല്ല, സ്കൂളിലെ പേരെന്താ? സ്മാർട്ട് അക്കാദമി. സ്കൂളാ കണ്ടീന്. എന്തോ? സ്കൂളാ കണ്ടീന്. ആണോ? ഫുഡ് കഴിച്ചാ? കഴിച്ചല്ലോ. അയ്യോ, ശബ്ദം മാത്രമേ ഉള്ളൂ, ആളെ കാണാൻ പറ്റില്ലേ? ആ, കണ്ടു. ഹായ്. അടുത്ത ആള് രണ്ടുപേരുണ്ടല്ലോ. ഹായ്. എന്തൊക്കെയാ പേരൊന്നും ഉണ്ട്. ആണോ? എന്നിട്ട് എവിടെ പോയി? പേരെന്താ? പേര് പറഞ്ഞെടുക്കും സർ. മ്യൂട്ടാ മോളെ. പിങ്ക് ഉടുപ്പ് വാവയുടെ മ്യൂട്ട്. പറഞ്ഞു. അവിടെ റെഡി ആയിരുന്നോ? നമുക്ക് ഈ മമ്മിമാരെയൊക്കെ ഒന്ന് പഠിപ്പിക്കണ്ടേ? ഓക്കെ, താങ്ക് യു. അടി കേട്ടോ. മമ്മിമാര് പഠിക്കണ്ടെന്ന് നോക്കണം കേട്ടോ. ഓക്കെ, സോ ക്യൂട്ട്. സോ പ്രേയർ പ്ലീസ്. നിങ്ങൾ കമ്മിറ്റി ഫോം ചെയ്തിരുന്നോ? എനിക്ക് കണ്ണുവേദന ആയോണ്ട് ഞാനിന്ന് സ്കൂളിലേക്ക് പോയിട്ടില്ല. ഓ, എത്രാം ക്ലാസ്സിലാ? LKG. വെരി ഗുഡ്. ഓക്കെ, കണ്ണിന് റെസ്റ്റ് വേണം അല്ലേ? ഓക്കെ. നിങ്ങൾ കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആഴ്ചയിൽ ഒരു ക്ലാസ് ആയതാണ് നിങ്ങളോട് പറഞ്ഞു എന്നുള്ളത് ഞാൻ ഓർക്കണില്ല. നീ ഇല്ല എന്നാണ് എന്റെ ഒരു ഓക്കെ. ഒന്നുമില്ല, ഒരു കമ്മിറ്റി ഫോം ചെയ്യണം. ആ കമ്മിറ്റിക്ക് 2 ലീഡേഴ്സ് ഉണ്ടായിരിക്കണം. അപ്പൊ ആ വീക്കിലുള്ള കംപ്ലീറ്റ് ക്ലാസിന്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അവർ 2 പേരും ചേർന്ന് ലീഡ് ചെയ്യണം. ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്യണം. എവറി വീക്ക് ഈ 2 പേര് മാറിക്കൊണ്ടിരിക്കണം.
വൺസ് ആയവര് ഉടനെ തന്നെ റിപ്പീറ്റ് ആവരുത്. ഫുൾ എല്ലാവരുമായി കഴിഞ്ഞ് പിന്നെയാണ് നമുക്ക് ആ സെക്കൻഡ് റൊട്ടേഷൻ വീണ്ടും അതുപോലെ തന്നെ, അതുപോലെ ഏതെങ്കിലും രീതിയിൽ രണ്ടുപേര് എന്താ പറയാ സ്വന്തം വിഷല് പെട്ടെന്ന് തന്നെ മുന്നോട്ട് വരുവാണെങ്കിൽ നല്ലതായിരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ക്ലാസ്സിൽ പ്രെയർ ഉണ്ട്, സൈനിങ് ഉണ്ട്, തോട്ട് ഓഫ് ദ ഡേ ഉണ്ട്, പിന്നെ എന്താ ഉള്ള പിന്നെ ആരുടെങ്കിലും ബർത്ത്ഡേ വരുവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് അവർക്ക് വേണ്ടിയിട്ട് ഒരു വിഷ് ചെയ്യാം. പിന്നെ ക്ലാസ് എടുത്തത് എവിടം വരെയാന്ന് ട്രെയിനറെ അതായത് ഫെസിലിറ്റേറ്ററെ ഒന്ന് റിമൈൻഡ് ചെയ്യിക്കുക. പിന്നെ എന്തെങ്കിലും അസൈൻമെന്റ്സ് ക്ലാസ് റൂമിൽ ഇടാമെന്ന് പറഞ്ഞിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഓർപ്പിക്കുക. പിന്നെ ക്ലാസ് റൂമിൽ പലപ്പോഴും മെസ്സേജസ് നിങ്ങൾക്ക് വരും അല്ലെ, നിങ്ങൾക്ക് കോമൺ ആയിട്ട് വരുന്ന ചാനലിലെ മെസ്സേജസ് വരും. അപ്പൊ പലരും ചിലപ്പോൾ മോർണിംഗ് ചെക്ക് ചെയ്യും, വൈകുന്നേരം ഈവനിങ് ചിലപ്പോൾ ചെക്ക് ചെയ്തെന്ന് വരില്ല. ചിലപ്പോ നമ്മുടെ ഓഫീസിൽ ചിലപ്പോൾ ഈവനിങ് ടൈമിലായിരിക്കാം മെസ്സേജ് വരുന്നത്. അപ്പൊ ജസ്റ്റ് അത് ചെക്ക് ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കണം, എന്നിട്ട് അത് ഇൻഫോം ചെയ്യണം. അതിന്റെ മീനിങ് ബാക്കിയുള്ളവർ അറിയുന്ന കാര്യം മിണ്ടാതിരിക്കുന്നല്ല, എല്ലാവരും പരസ്പരം അറിയണം. പക്ഷെ ഇവര് രണ്ടുപേരായിരിക്കണം ലീഡ് ചെയ്യുന്നത്. അപ്പോ പിന്നെ ഇവര് രണ്ടുപേരും ലീഡേഴ്സ് ആയിരിക്കുന്ന ആ വീക്കില് ഇവരുടെ പ്രെയറോ തോട്ട് ഓഫ് ദ ഡേയോ സൈൻ ഇനോ സൈൻ ഔട്ടോ ഒന്നും വേണ്ട, മറ്റുള്ളവർ ചെയ്യണം. ഓക്കെ, ലീഡേഴ്സ് ജസ്റ്റ് അസൈൻ ചെയ്യണം ഇന്ന് ആരാണ്. അപ്പൊ ഇന്ന് ഈവനിങ് നിങ്ങൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നാളെ മോർണിംഗേ തന്നെ അറിയണം ഇന്നത്തെ ദിവസം ക്ലാസ്സിൽ ആരാണ് തോട്ട് ഓഫ് ദ ഡേ അല്ലെങ്കിൽ സൈൻ ഇൻ ഓരോന്ന് ചെയ്യുന്ന ആരാണ്. അപ്പൊ നമുക്ക് ടൈം വേസ്റ്റ് ആവില്ല. പിന്നെ എവറി ഡേ ക്ലാസ്സിന്റെ ലാസ്റ്റ് 10 minutes നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ഓക്കെ, മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഈ പറഞ്ഞു? ഓക്കെ അല്ലേ? ഓക്കെ, സോ മെസ്സേജ് ഇട്ടാൽ ഇൻഫോം ചെയ്യാന്ന് പറഞ്ഞില്ലേ, അത് ഈ നമ്മുടെ സ്മാർട്ട് അക്കാദമിയുടെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടാൽ മറ്റുള്ളവരെ അറിയിക്കാന്നാണോ ഉദ്ദേശിച്ചത്? നിങ്ങൾക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു പേഴ്സണൽ ചാനൽ ഇല്ലേ, ഒരു പേഴ്സണൽ ഗ്രൂപ്പോ ഇല്ലേ? നമുക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്, നമ്മളെല്ലാ സ്റ്റുഡൻസും കൂടെ ചേർന്ന്. അപ്പൊ അതിന്റെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഇങ്ങനെ ഞാൻ പ്രയർ എല്ലാം തോട്ട് ഓഫ് ദ ഡേ ചെല്ലാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയാറുണ്ട്. പിന്നെ ബാലൻസ് ഉള്ള സ്റ്റുഡൻസിനും കൂടെ ചോദിക്കണേ. മിസ്, നമുക്ക് കോളേജിന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഇല്ല? അതെനിക്ക് അറിയില്ല. നിങ്ങൾക്ക് ഇൻഫർമേഷൻ പറ്റുന്ന ഒരു ചാനലിലൂടെയല്ലേ? ഞങ്ങൾക്ക് ഗ്രൂപ്പാണ് നമ്മുടെ കോളേജ് ബേസ്ഡ് ആയിട്ട്, അതായത് നമ്മളെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബേസിലായിട്ടുള്ളത് അഡ്മിൻ ഓൺലി ഗ്രൂപ്പാണ്. അപ്പൊ അതിൽ നമുക്ക് മെസ്സേജ് ഇടാൻ പറ്റില്ല. ഇത് നമ്മുടെ കോമൺ ആയിട്ട് എല്ലാരും ഉള്ള ഗ്രൂപ്പിനകത്താണ് ഇത് പറയുന്നത്. മറ്റേത് ഒഫീഷ്യൽ അല്ലേ? അതെ, ഇത് നമ്മുടെ ക്ലാസ് റൂമിലെ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യേണ്ടത് അത്രേ ഉള്ളൂ. നമുക്ക് ആകെ 1 hour നമുക്ക് അത് ഫ്രൂട്ട്ഫുൾ ആയിട്ട് റിസോഴ്സ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒത്തിരി സമയം പോകും. അതുകൊണ്ടാണ്. കാരണം ഇപ്പൊ ക്ലാസ്സിൽ ഇരിക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല, അതേസമയം റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം വെച്ചാൽ അവര് റെക്കോർഡ് ക്ലാസ് കാണാൻ വേണ്ടി ടൈമൊക്കെ ഷെഡ്യൂൾ ചെയ്ത് വരുമ്പോഴേക്കും ക്ലാസ്സിൽ കാര്യമായി ഒന്നും നടന്നില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പൊ അതാവുമ്പോ നമുക്കൊരു ഒരു 30 minutes ആണ് ക്ലാസ് എങ്കിൽ ആ 30 minutes ക്ലാസ് തന്നെ ആയിരിക്കുമല്ലോ. ബാക്കി ടൈമിലല്ലേ അതർ ആക്ടിവിറ്റീസ് ആയിട്ട് പോവുള്ളൂ. ഓക്കെ, സോ നമുക്ക് പ്രെയർ തുടങ്ങാം. പ്രെയറിലേക്ക് പോവാം. ആരെന്ന് പ്രെയറിന് റെഡി ആയിട്ടിരിക്കുന്നത്? ഇതാണ് നമ്മൾ ആ കോർഡിനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പ്രെയർ ഇന്ന ആളാണെന്ന് പെട്ടെന്ന് പറയാനായിട്ട് പറ്റും. അതാണ് ഇപ്പൊ ഒരു കൺഫ്യൂഷൻ, ആര് ചെയ്യും അത് ഒഴിവാക്കാന്ന് വെച്ചിട്ടായിരുന്നു. യെസ്, പ്ലീസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരൂ. എന്തായാലും റെക്കോർഡ് ബുക്കിൽ നിങ്ങൾക്ക് പ്രെയർ എഴുതാനുണ്ട് 2 എണ്ണം ഇംഗ്ലീഷിൽ. അപ്പൊ എനിവേ എല്ലാരും 2 എണ്ണം ഇഷ്ടമുള്ളതാണോ മിസ്സേ എഴുതാനുള്ളത്? എഴുതാനുള്ള ഇഷ്ടമുള്ളത് നത്തിങ് റിലീജിയസ് അങ്ങനെയാണ്. നമ്മൾ സ്കൂളുകളിൽ നമ്മളുടെ പ്രെയർ ഉണ്ടല്ലോ. മിസ് റെക്കോർഡ് ഇംഗ്ലീഷിൽ റെക്കോർഡ് മിസ് തന്നണോ എഴുതാന്? ഇംഗ്ലീഷിൽ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തന്നിട്ടില്ല? അല്ല, ഒരെണ്ണം മിസ് തന്നില്ലേ? മിസ് തന്നത് മാത്രമേ നമുക്ക് തന്നോളൂ, വേറെ തന്നില്ലല്ലോ. റെക്കോർഡ് വേറെ പിന്നെ മറ്റേ നമുക്ക് വേറെ റെക്കോർഡ് എഴുതാൻ വേണ്ടി തന്നിനി. അതേതാണ്? അത് മറ്റേ മഹാത്മാഗാന്ധിനെ കുറിച്ചിട്ട്, മോണ്ടിസോറിനെ കുറിച്ചിട്ട്.
10 5 അസൈൻമെന്റ് സോറി നമുക്കത് ലാസ്റ്റ് ഒരു ഇപ്പൊ 142 ആയി. നമുക്കൊരു 220 ഒക്കെ ആകുമ്പോ നമുക്ക് അതിനെ പറ്റി ക്ലാരിഫൈ ചെയ്യാൻ ഡൗട്ട്സ് ഉള്ളത് ഓക്കെ സോ മിസ് റെക്കോർഡ് ചെയ്താളൊന്ന് പ്രത്യേകമായിട്ട് പറയണേ. തീർച്ചയായിട്ടും. ശരി, അപ്പൊ നമുക്ക് പ്രെയർ സ്റ്റാർട്ട് ചെയ്യാം. ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ സൈലന്റ് പ്രെയർ. ഞാൻ പറയും യെസ് പ്ലീസ് ശ്രീലക്ഷ്മി. മലയാളത്തിലെ പ്രയർ ഒരു പ്രോബ്ലം ഇല്ല, പറഞ്ഞോളൂ. വിരിഞ്ഞു നിന്നതാരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കുവെക്കു ഞങ്ങളിൽ. വിരിഞ്ഞു നിന്നതാരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കുവെക്കു ഞങ്ങളിൽ. സമസ്ത സുന്ദരോജ്വല പ്രഭാത കാന്തി ചിന്തിടും സുമങ്ങളായിടാവു ഞങ്ങൾ ഭാരതത്തിൻ വാടിയിൽ. വിരിഞ്ഞു നിന്നതാരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കുവെക്കു ഞങ്ങളിൽ. അഗാധ നീലവാനമം കരമുയർത്തി ഞങ്ങളിൽ അനുഗ്രഹിക്ക നിത്യകേ നിതാന്ത വത്സരോത്സുകം. അഗാധ നീലവാനമം കരമുയർത്തി ഞങ്ങളിൽ അനുഗ്രഹിക്ക നിത്യകേ നിതാന്ത വത്സരോത്സുകം. വിരിഞ്ഞു നിന്നതാരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കുവെക്കു ഞങ്ങളിൽ. താങ്ക് യു മിസ്. നൈസ് ശ്രീലക്ഷ്മി, നല്ല ശബ്ദം. വളരെ എന്താ പറയുക, ഇവിടെയൊക്കെ നല്ലൊരു ഫീൽ, ഒരു കൂൾ. താങ്ക് യു മിസ്. സോ നിങ്ങള് ഇന്ന് ഈവനിങ് തന്നെ ലീഡേഴ്സിനെ സെലക്ട് ചെയ്തോളൂ. ഇപ്പൊ നമുക്ക് ക്ലാസ് റൂമിൽ അതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യേണ്ട. ലീഡേഴ്സ് സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്ത് രണ്ടുപേരും മുന്നോട്ട് വരാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ ഫൈൻ. തോട്ട് ഓഫ് ദി ഡേ. ഓക്കെ ദെൻ സൈൻ ഇൻ. ഇതിനൊക്കെ ഒരു കറക്റ്റ് ഒരു ഓർഡർ ആവും. നമ്മൾക്ക് അങ്ങനെ 2 പേരുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ നാളെ തൊട്ട് സെറ്റ് ആക്കാം. ചിൽഡ്രൻസ് ഡേ ഒക്കെ വന്നപ്പോ നമ്മൾ പ്രോഗ്രാം ഒക്കെ ചെയ്ത് വന്നില്ലേ, അപ്പൊ അതുപോലെ ഇനി ഓരോന്നും ആരുടെ ബർത്ത്ഡേ വരുവാണെങ്കിൽ നമുക്കൊരു 3 minutes ആൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാം. ഓക്കെ, സോ നമ്മളുടെ കൂടെ ഇരിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവരുടെ ബർത്ത്ഡേ ആണെങ്കിൽ നമുക്ക് അവർക്കും ഹാപ്പിനെസ്. ഓക്കെ ഫൈൻ. സോ നമ്മള് ഏത് ലെസനാന്ന് ഓർമ്മയുണ്ടോ? യൂണിറ്റ് 3 നാച്ചുറൽ ഡെവലപ്മെന്റ്. ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്. PDF ഒക്കെ വായിച്ചു നോക്കാറില്ലേ? ഇതായോ? ഈ ഒരു പോർഷൻ നമ്മൾ തുടങ്ങിയിരുന്നോ? കഴിഞ്ഞില്ലല്ലോ. ഇല്ല ഇത് തുടങ്ങിയിട്ടുള്ളൂ. ഇത് തുടങ്ങി. രണ്ടാമത്തെ സെക്ഷൻ അല്ലേ? റൗണ്ട് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് അവിടെയല്ലേ എത്തിയ? ഇത് അതായത് ഈ ഫ്ലോ ഡയഗ്രാം പോലത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ലോ ഓഫ് വർക്ക് അല്ലേ? ലോ ഓഫ് നാച്ചുറൽ. അതെ മിസ്സേ. ഇമാജിനേഷൻ വരെ പറഞ്ഞു. ഡെവലപ്മെന്റ് ഓഫ് ചൈൽഡ് ഇമാജിനേഷൻ വരെ പറഞ്ഞു. ഓക്കെ ഫൈൻ. സോ നമ്മൾ പറഞ്ഞത് അനിമൽ ബേബീസും ഹ്യൂമൻ ബേബീസിന്റെ നല്ലൊരു ഡിഫറൻസ് നമ്മൾ പറഞ്ഞു അല്ലെ? ഉള്ളില് ഭ്രൂണാവസ്ഥയിലെ ഫിസിക്കൽ സ്റ്റേറ്റ്, ആ ഒരു ബേബിയുടെ ആ ഒരു മാസ്, ആ ഒരു ബോഡി ഇരുന്നത് 9 months കൊണ്ട് പൂർണ്ണ വളർച്ച എത്തി പുറത്തേക്ക് വരുന്നു. ബട്ട് പുറത്ത് വരുമ്പോ ആളുടെ മെന്റൽ എംബ്രിയോ അതും ഭ്രൂണാവസ്ഥയിൽ ഇരിക്കുക, എംബ്രിയോ സ്റ്റേറ്റിലായിരിക്കുന്നത്. അതിന് ഡെവലപ്മെന്റ് വരുന്നില്ല.
ഒരു ഏജ് വരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ടി വരുന്നു. അനിമൽ ബേബീസ് അങ്ങനെയല്ല, അവർ ഇൻഡിപെൻഡന്റ് ആവുന്നു പെട്ടെന്ന് തന്നെ. അപ്പൊ നമ്മൾ പറയില്ലേ ഇപ്പോഴും ശിശുവാണ്, ചിലരെ കളിയാക്കി പറയില്ലേ മാനസികമായ വളർച്ച ആയിട്ടില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ. മനസ്സ് വളർന്നിട്ടില്ല, ശരീരം മാത്രമേ വളർന്നിട്ടുള്ളൂ എന്ന് പറയുന്നത് എക്സാക്ട്ലി സെയിം. ആ ഒരു ബോഡി ആയിട്ടുണ്ട്, പക്ഷെ മനസ്സ് അപ്പോഴും ഡെവലപ്പ് ചെയ്യാനായിട്ടിരിക്കുന്നത്. മെന്റൽ ഡെവലപ്മെന്റ് വരുമ്പോഴാണ് ഇവർക്ക് പല പല തിരിച്ചറിവുകൾ വരുള്ളൂ. ഇന്റലക്ച്വൽ ആപ്റ്റിറ്റ്യൂഡ് അതെല്ലാം മാറുള്ളൂ. ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ, ഇമോഷൻസ് ബാലൻസ് ചെയ്യാൻ, അതെല്ലാം ഇമോഷണൽ ബാലൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യുമ്പോൾ. ആ ഇമോഷൻസ് ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്ന അവസ്ഥ വരുമ്പോഴാണ് പല കുട്ടികൾക്കും പല പ്രശ്നങ്ങൾ വരുന്നത്. സംടൈംസ് ക്രൈമിലേക്ക് വരെ പോകാൻ ടെൻഡൻസി വരുന്നത്. അപ്പോൾ ഇത് പേടിക്കേണ്ട കാര്യമില്ല, നമ്മൾക്കിത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. പക്ഷേ കുട്ടി വളരുന്ന എൻവയോൺമെന്റും കുട്ടിയുടെ ഫ്രീഡവും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഒരു കുട്ടിയുടെ ശരീരത്തിന്റെ വളർച്ച മാത്രമല്ല, മനസ്സിന്റെ ഡെവലപ്മെന്റ്, ആ ഒരു മെന്റൽ ഡെവലപ്മെന്റ്, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ്, അതെല്ലാം പ്രോപ്പർ ആയിട്ട് നല്ല വേയിൽ പോകണമെങ്കിൽ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് കറക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ കുട്ടിക്ക് കിട്ടുന്ന ഫ്രീഡം ദാറ്റ് ഷുഡ് ബി വിത്തിൻ ദ ലിമിറ്റ്സ്, ബട്ട് ഹി ഹാസ് ടു എൻജോയ് ദ ഫ്രീഡം ആൻഡ് ഹി ഹാസ് ടു റിവീൽ ഹിംസെൽഫ്, ഹി ഓർ ഷീ ഓവർ ഇറ്റ് ഈസ്. അവർക്ക് അവരെ തന്നെ പുറത്തേക്ക് കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫ്രീഡം ആയിരിക്കും കിട്ടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും കുട്ടികൾ പേടിച്ചിട്ട് പല കാര്യങ്ങളും പാരന്റ്സിനോട് പറയാൻ മടിക്കും, പലതും ഹൈഡ് ചെയ്യും. നിങ്ങൾക്ക് ഡിഫൻസ് മെക്കാനിസം എടുത്തോ? എടുത്തു. ഡിഫൻസ് മെക്കാനിസത്തിൽ നമ്മൾ പറയുന്നുണ്ട് കുട്ടികൾ ചില കാര്യങ്ങള് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലത് അവർ ഭയങ്കരമായിട്ട് ക്രിയേറ്റ് ചെയ്ത് പറയും അല്ലെ, ഭയങ്കര കഥ പറച്ചിലായിരിക്കും. നമ്മൾ വിചാരിക്കും ഇത്ര ഇമാജിനേഷൻ എങ്ങനെ വരുന്നു അങ്ങനെ ഒരു രീതിയിൽ. ഇപ്പൊ 10ൽ 8 മാർക്ക് കിട്ടി കുട്ടി വരുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും വരുന്നത്. പക്ഷെ വീട്ടിൽ വരുമ്പോഴേക്കും 2 മാർക്ക് നീ എവിടെ കൊണ്ട് കളഞ്ഞു, ഇതായിരിക്കും ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യം. 2 മാർക്ക് നീ എവിടെ കൊണ്ട് കളഞ്ഞത്? പിന്നെ അവന് അത്രയും സന്തോഷം, കാരണം 10ൽ 8 എന്ന് പറഞ്ഞാൽ അവനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവളെ സംബന്ധിച്ച് ഭയങ്കര മാർക്കായിട്ട് അവർ ഭയങ്കര ഹാപ്പി ആയിട്ട്, ചിലപ്പോ കഴിഞ്ഞ പ്രാവശ്യം 5 മാർക്കായിരിക്കും കിട്ടിയിരിക്കുന്നത്, അതിനേക്കാൾ 3 മാർക്ക് കൂടുതൽ കിട്ടിയല്ലോ, ആ ഒരു ഹാപ്പിനെസ് ഉണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോ ഫുൾ മാർക്ക് കിട്ടാത്തതിന്റെ ആ ഒരു പ്രഷർ വരുമ്പോഴേക്കും പിന്നെ അവർക്ക് ഭയങ്കര സ്ട്രെസ് ആവും, പിന്നെ അവർക്ക് പെർഫോം ചെയ്യാൻ ബുദ്ധിമുട്ടാവും, പിന്നെ മാർക്ക് കിട്ടുമ്പോൾ അവരത് ഹൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവര് ക്രിയേറ്റിവിറ്റി ഭയങ്കരമായിട്ട് അവര് എന്താ പറയാ ഫാന്റസി ആ ഒരു രീതിയിലായിരിക്കും. റിയാലിറ്റിയെക്കാളും കൂടുതൽ അവർ ഫാന്റസിയെ ഇതാക്കും. നമ്മളും പലപ്പോഴും അല്ലെ, നമ്മൾക്കൊരു എന്താ പറയാ നമുക്കൊരു വിഷമം വരുന്നൊരു കാര്യം വരുമ്പോൾ നമ്മൾ ചിന്തിച്ചാൽ ലൈഫിൽ നടന്നിട്ടില്ല എന്ന് വിചാരിച്ച് നമ്മളൊരു ഫാന്റസി ലോകത്തിലേക്ക് കുറച്ച് സമയത്തേക്ക് പോവാറുണ്ട്. അത് എന്റെ ലൈഫിൽ നടന്നില്ലായിരുന്നു, എന്തൊരു സുഖമായിരുന്നു അങ്ങനെ വിചാരിക്കും. പക്ഷെ നമുക്കറിയാം റിയാലിറ്റി അതാണ്, നമുക്കത് വേർതിരിച്ചറിയാനുള്ള ഒരു ഇതുണ്ട്. റിയാലിറ്റി അതാണ്. സോ നമ്മൾ പെട്ടെന്ന് തന്നെ വിത്ഡ്രോ ചെയ്ത് തിരിച്ചു പോരും. പക്ഷെ ഇവർ ആ ഫാന്റസിയിൽ കൂടുതൽ നിൽക്കും, കാരണം അവർ മോർ കംഫർട്ടബിൾ ആ ഫാന്റസിയിലായിരിക്കും. അത് തന്നെയാണ് അത് പലപ്പോഴും ഇവിടെ ഡെവലപ്മെന്റിന് ചില ഡിഫൻസ് മെക്കാനിസം പോസിറ്റീവ് തന്നെയാണ്, ചില ഡിഫൻസ് മെക്കാനിസം പലപ്പോഴും ഇവിടെ ഡെവലപ്മെന്റിന് ഒരു ചെറിയൊരു തടസ്സം വരാനുള്ള ചാൻസസ് ഉണ്ട്. ചിലത് ഇറ്റ്സ് ഓക്കെ പോസിറ്റീവ് ആണ്. കാരണം രണ്ടാളുകള്, ഒരാള് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു, ഭയങ്കര ദേഷ്യപ്പെട്ട് നിൽക്കുന്നു, മറ്റേയാള് കുറച്ചൊന്ന് കാമായിട്ട് നിൽക്കുവാണെങ്കിൽ ദാറ്റ്സ് ഗുഡ്, അതൊരു നല്ലൊരു ഡിഫൻസ് മെക്കാനിസം തന്നെയാണ്. പക്ഷെ രണ്ടാമനും തിരിച്ച് അതേപോലെ തന്നെ ഹോട്ടായിട്ട് നിൽക്കുവാണെങ്കിൽ ഭയങ്കര പ്രോബ്ലം ആവും അത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ചില ഡിഫൻസ് മെക്കാനിസം ഇറ്റ്സ് വെരി ഗുഡ്, പോസിറ്റീവ് ആണ്. പക്ഷെ ചിലത് ഒരു ഡെവലപ്മെന്റിന് ഒരു തടസ്സം പോലെ വരും. ഡിഫൻസ് മെക്കാനിസം കുട്ടികൾ മാത്രമല്ല എല്ലാ മനുഷ്യരും കാണിക്കുന്ന ഒരു ഇത് തന്നെയാണ്, ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഫീച്ചർ, ഒരു ബിഹേവിയർ തന്നെയാണ്. ഓക്കെ, സോ നമ്മള് ഇത് പറഞ്ഞു അല്ലെ, ഇതിനെ ഓരോന്നിനെയും കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കുട്ടിയുടെ പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് പലപ്പോഴും പ്രീ ഡിറ്റർമിൻഡ് സൈക്കിക് പാറ്റേൺ തന്നെയാണ്. നേരത്തെ ഓൾറെഡി
പ്രീ ഡിറ്റർമിൻഡ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ സ്കൂളുകളിൽ ഓരോ ക്ലാസ് ലെവലിലും കുട്ടിയെ എന്ത് പഠിപ്പിക്കണം എന്നുള്ള രീതിയിൽ ഒരു സിലബസും കരിക്കുലവും വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോ ജനറേഷൻ അല്ലെങ്കിൽ ഓരോന്ന് കഴിയുമ്പോൾ നമ്മുടെ ഓരോ മേഖലകളിലും ഇവരുമായിട്ട് കണക്ട് ചെയ്യുന്ന പല മേഖലകളിലും പല രീതിയിലുള്ള ഡെവലപ്മെന്റും ചേഞ്ചസും അപ്ഡേഷനും നടക്കുമ്പോൾ അതിനനുസരിച്ച് ഈ സിലബസും കരിക്കുലവും കോ കരിക്കുലർ ആക്ടിവിറ്റീസും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് മാറ്റാറുണ്ട്, ചേഞ്ചസ് വരുത്താറുണ്ട്. വെദർ ഇറ്റ് ഇസ് സ്റ്റേറ്റ് ഓർ CBSE ഓർ ICSE എന്ത് തന്നെയാണെങ്കിലും അതിൽ മാറ്റം വരുത്തും. പ്രൊഫഷണൽ കോഴ്സുകളാണെങ്കിലും അവിടെയും ചേഞ്ചസ് വരുത്താറുണ്ട്. അപ്പൊ ഒരു പ്രീ ഡിറ്റർമിൻഡ് പാറ്റേൺ തന്നെയാണ്. ബട്ട് സറൗണ്ടിങ്സിലെ ചേഞ്ചസിനനുസരിച്ച് ഇവിടെയും ചില ചേഞ്ചസ് വരാറുണ്ട്. ഇപ്പൊ പണ്ട് ഒരു 80കളിലെ കുട്ടികളുടെ ആ ഒരു വളർച്ച അതാവില്ല 90കളിലാവുമ്പോൾ അങ്ങനെ 2K അങ്ങനെ വരുമ്പോഴേക്കും ഇപ്പോഴുള്ള ഒരു സമയങ്ങളിൽ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും അല്ലെ. നമ്മൾ പഠിച്ച ആ ഒരു സിലബസ് കണ്ടന്റ് ആവില്ല കുട്ടികൾ ഫോളോ ചെയ്യുന്നത്, നമ്മുടെ കുട്ടികൾ ഫോളോ ചെയ്യുന്നത്. നമ്മൾ ചിലപ്പോൾ നമ്മളുടെ സിബ്ലിങ്സ് ആരെങ്കിലും മുതിർന്നവരുണ്ടെങ്കിൽ അവരുടെ നമ്മൾ ചെറിയൊരു ഡിഫറൻസ് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതാണ് ശരിക്കും എല്ലാം ചൈൽഡ് ഡെവലപ്മെന്റിനെ റിലേറ്റ് ചെയ്താണ് പലപ്പോഴും കുട്ടികൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തത്. അവരുടെ മോറൽ വാല്യൂസ് കൂടണം, അവരുടെ നോളജ് ഇംപ്രൂവ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാൻ ആ ഒരു എയിം വെച്ചിട്ടാണ് ഈ സിലബസ്. നമ്മളിവിടെ പറഞ്ഞു കണ്ടീഷൻ നെസസറി. ഈ ഡെവലപ്മെന്റിന് പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് ഇവിടെ നടക്കുന്നു. ബട്ട് ഇതിന് വേണ്ടുന്ന 2 കണ്ടീഷൻസ് എൻവിയോൺമെന്റും ഫ്രീഡം. എൻവിയോൺമെന്റ് 3 ആസ്പെക്റ്റിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു അത്? ഓർമ്മയില്ല. 3 ആസ്പെക്റ്റിൽ എൻവിയോൺമെന്റ് വരുന്നത് പറഞ്ഞില്ലായിരുന്നു തോന്നുന്നു അല്ലെ. ഒന്ന് എൻവിയോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടികൾ വളരുന്ന ചുറ്റുപാട്. ഏതൊക്കെ ചുറ്റുപാട്? യെസ്, ഞാൻ കേട്ടില്ലായിരുന്നു. എന്തായിരുന്നു? കുട്ടികൾ വളരുന്ന പരിസ്ഥിതി, ചുറ്റുപാടെന്ന് പറഞ്ഞ അത് ഏതൊക്കെയാ വരിക? ഒരു 3 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ എവിടെയൊക്കെ പോകാം? സ്കൂളിൽ പോവാം 3 വയസ്സ് കഴിഞ്ഞ്. അതിനു മുന്നേ വീടിന്റെ ഉള്ളിലുള്ള ചുറ്റുപാടുകളായിരിക്കും, വീട്ടിലുള്ള ആൾക്കാരുടെ പെരുമാറ്റം, ഇതൊക്കെ ആയിരിക്കും അവരുടെ ഒരു എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് KG പോവാ, നഴ്സറി, അവിടുത്തെ ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, ഇതൊക്കെ ആയിരിക്കും അവരുടെ എൻവയോൺമെന്റ്. അതെ, ഹോം, സ്കൂൾ, പിന്നെ സൊസൈറ്റി. സോഷ്യലൈസ് ചെയ്യാൻ തുടങ്ങും അല്ലെ. ഒരു 3 ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴേക്കും അവർക്ക് ആ ഓർമ്മയാണ്. അപ്പൊ അവര് കൂടുതൽ സോഷ്യലൈസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഫങ്ഷൻസിന് പോകുന്നു, പ്രോഗ്രാമുകൾക്ക് പലയിടത്തും പോകുന്നു. പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ പഠിക്കാൻ ലൈക്ക് മ്യൂസിക്, ഡാൻസ് അല്ലെങ്കിൽ കരാട്ട, അങ്ങനെ പുറത്തു പോകുന്നു. വീട്ടിൽ നിന്നും പുറത്തേക്ക്, വീടും സ്കൂളും അല്ലാത്ത ഇടങ്ങളിലേക്ക് അവർ പോകുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് 3 ആസ്പെക്റ്റില് 3 ഫേസസ് ഉണ്ട്, 3 ആസ്പെക്ട് ഉണ്ട്. ഒന്ന് ഹോം, സ്കൂൾ, ദെൻ സൊസൈറ്റി. അവർ ജീവിക്കുന്ന ആ സൊസൈറ്റി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി. ദെൻ ഫ്രീഡം, അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാനും എല്ലാം റിവീല് ചെയ്യാനുമുള്ള ഫ്രീഡം. ബട്ട് parents and teachers always remember that this freedom should be within the limits. ഫ്രീഡം കൊടുത്തേക്കാം എന്ന് കരുതി എല്ലാമല്ല. അവരെ ഒരു സർക്കിൾ വരച്ചിട്ട് അവർ അതിനുള്ളിലാണെങ്കിൽ they should enjoy that freedom inside the circle. ബട്ട് അതിന്റെ കൺട്രോൾ നമ്മളുടെ കയ്യിലായിരിക്കണം. ആ സർക്കിൾ എത്രത്തോളം വലുതാക്കണം, എത്രത്തോളം ചെറുതാക്കണം എന്നുള്ളത് ഡിപ്പെൻസ്. അത് നമ്മൾക്ക് മനസ്സിലാക്കണം. ആസ് എ പാരന്റ്, ആസ് എ ടീച്ചർ നമ്മളത് മനസ്സിലാക്കിയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ആ പ്രോസസ് ഓഫ് എൻവയോൺമെന്റിലെ കണ്ടീഷൻസ് അതായിരുന്നു. എസ്റ്റാബ്ലിഷ്ഡ് മോഡൽസ് ഓഫ് ബിഹേവിയർ, ഇതെല്ലാം താഴെ വരുന്നുണ്ട് കേട്ടോ. പലപ്പോഴും ഈ കുട്ടികളുടെ ബിഹേവിയർ അല്ലെങ്കിൽ അവരുടെ സ്വഭാവം ആ ഒരു രീതിയിൽ അവര് പലപ്പോഴും റോൾ മോഡലാക്കും, ടീച്ചേഴ്സിനെ റോൾ മോഡലാക്കും. കാരണം അവർ ഏറ്റവും കൂടുതൽ പകല് സ്കൂളിൽ പോകുമ്പോൾ കാണുന്നത് അവരെയാണ്. വീട്ടിൽ വരുമ്പോഴത് വീട്ടിലുള്ള മെമ്പേഴ്സ് കൂടുതൽ ഇപ്പൊ അമ്മയായിട്ടാണ് കണക്റ്റഡ് ആണെങ്കിൽ അങ്ങനെ, അച്ഛനായിട്ടാണെങ്കിൽ അങ്ങനെ അത് വരും. ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ട്, സിബ്ലിങ്സ്, അവരുടെ എൽഡേഴ്സിനെ അവർ ഭയങ്കരമായിട്ട് ചേച്ചിയേട്ടൻ, അവര് ഭയങ്കര ഹീറോയിനും ഒക്കെ ആയിരിക്കും. ചില കുട്ടികൾക്ക് കുറച്ച് ഏജ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ, കുറച്ചധികം ഏജ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് ഹീറോയിനൊക്കെ അവരായി മാറും. അതേസമയം അച്ഛനും അമ്മയാണെങ്കിൽ പിന്നെ അവരായിരിക്കും ആ ഒരു രീതിയിൽ.
പിന്നെ ഇന്റേണൽ എയ്ഡ്സ് ടു ചൈൽഡ് ഡെവലപ്മെന്റ്. കുട്ടികളുടെ ഡെവലപ്മെന്റ് പലപ്പോഴും നമ്മൾ പല രീതിയിലുള്ള ടൂൾസ് നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇവരുടെ ഈ ഡെവലപ്മെന്റ് പീരീഡ് എന്ന് പറയുന്നത് സെൻസിറ്റീവ് പീരീഡുമാണ്, അബ്സോർബൻ മൈൻഡുമാണ്. സെൻസിറ്റീവ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും പെട്ടെന്ന് ഇവർക്ക് ഭയങ്കരമായിട്ട് ഇവരെ അങ്ങ് എഫക്ട് ചെയ്യും. അതുപോലത്തെയാണ് ഈ ഒരു ഏജ് എന്ന് പറയുന്നത്. നമ്മളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ വി ക്യാൻ ലീവ്, നമ്മൾ പലപ്പോഴും നമുക്ക് ലീവ് ചെയ്യാനായിട്ട് പെട്ടെന്ന് പറ്റും. ചിലതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാം, ബട്ട് ഡിപ്പെൻസ്. അത്രയും ഒരു സെൻസിറ്റീവ് പീരീഡിലൊന്നുമല്ല നമ്മളുടെ ഒരു ഏജ് എന്ന് പറയുന്നത്. അബ്സോർബൻ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഇവർ എന്തും പിടിച്ചെടുക്കും, അബ്സോർബ് ചെയ്യും. ഒരു സ്പഞ്ച് പോലെയാണ്. സ്പഞ്ച് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വെള്ളം മുഴുവനും അങ്ങ് വലിച്ചെടുക്കുന്ന പോലെ എന്ത് കേട്ടാലും കണ്ടാലും അവരത് പിടിച്ചെടുക്കും ഭയങ്കരമായിട്ട്. അപ്പൊ അബ്സോർബൻ മൈൻഡാണ്. ഇതെല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ അവരുടെ ഡെവലപ്മെന്റിന് ഏറ്റവും പറ്റിയ ഇന്റേണൽ എയ്ഡ്സ് തന്നെയാണ്, ഏറ്റവും പറ്റിയ ടൂൾസ് അത് തന്നെയാണ്. ഈ 2 പീരീഡിലുള്ള കാര്യങ്ങൾ അവർക്ക് കൊടുക്കുന്നത് തന്നെയാണ്. അപ്പൊ നമ്മൾ അവരുടെ മുമ്പിൽ വെച്ച് പാരന്റ്സ് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുന്നു. ചിലപ്പോ നമ്മൾ അറിയുന്നുണ്ടാവില്ല, ചിലപ്പോ എന്തെങ്കിലും ഒരു കാര്യത്തെ ചൊല്ലിയൊരു ചെറിയൊരു എന്താ പറയാ സംസാരമായിരിക്കും, പക്ഷെ അതിന്റെ ടോൺ മാറുമ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കും. നമ്മൾ പക്ഷെ അത് വഴക്കായിട്ടായിരിക്കില്ല സംസാരിക്കുന്നത്. ചിലപ്പോൾ വേറെ ആരെങ്കിലും പറ്റി നമ്മൾ രണ്ടുപേരും ഒരേ ഒപ്പീനിയൻ ആണ് പറയുന്നതെങ്കിൽ നമ്മളുടെ വോയിസ് ടോൺ കേൾക്കുമ്പോൾ കുട്ടികൾ വിചാരിക്കും വഴക്കുണ്ടാക്കാറുള്ളത്. അതന്നെ. അപ്പൊ പിന്നെ അതുമല്ല സംടൈംസ് ചിലപ്പോ ബാഡ് വേർഡ്സ് അല്ലെങ്കിൽ അബ്യൂസീവ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുക, മൂവീസിലൊക്കെ കാണുന്നത് അതൊക്കെ കാണുമ്പോൾ ഇതെല്ലാം ഇവര് ഭയങ്കരമായിട്ട് അബ്സോർബ് ചെയ്യും. ഇപ്പോഴത്തെ ഒരു അഡോളസൻ ഗ്രൂപ്പിന്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് വളരെ കോമൺ ആയിട്ട് അബ്യൂസീവ് വേർഡ്സ് യൂസ് ചെയ്താ സംസാരിക്കുന്നത്. ലൈക്ക് അവര് ഫ്രണ്ട്സിനെ വിളിക്കുന്നത് നമ്മള് പണ്ട് നമ്മളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ നമ്മള് എടാന്നോ എടീന്നോ അങ്ങനെ ഭയങ്കര ക്ലോസ് ആയിട്ട് വിളിക്കുന്നതിന് പകരം അവര് യൂസ് ചെയ്യുന്ന വേർഡ് പലപ്പോഴും അബ്യൂസീവ് വേർഡ്സ് ആയി മാറുന്നുണ്ട്. അത് അവർക്ക് ഭയങ്കര ഒരു രസമാണ്. അതൊരു ടാസ്ക് തന്നെയായിരുന്നു ശരിക്കും. ഞാനൊക്കെ സ്കൂളുകളിൽ ചെന്ന് ഈ കുട്ടികളുടെ ഇടയിൽ ഇന്റർവെൻഷൻ നടത്തിയ സമയത്ത് ആ ഒരു സംസാര രീതി മാറ്റുക എന്നുള്ളത്, അവരവരുടെ ചാറ്റില് എല്ലാം യൂസ് ചെയ്യുന്നത് ഇതുപോലുള്ള അബ്യൂസീവ് വേർഡ്സ്. അവർക്കത് കോമൺ ആണ്. അത് ദേഷ്യപ്പെട്ട് വിളിക്കണമല്ല, ഇഷ്ടം കൂടുമ്പോൾ വിളിക്കണതാണ്. ആ രീതിയിൽ ആ ഒരു കൾച്ചർ ഡിഫറൻസ് മാറിക്കഴിഞ്ഞു. അതൊക്കെ മാറ്റിയെടുക്കുക എന്നുള്ളത് ഒരു ഭയങ്കര ടാസ്ക് ആയിരുന്നു. ബട്ട് സംഭവം അതൊക്കെ മാറ്റാനായിട്ട് പറ്റിയിട്ടുണ്ട്, അറ്റ്ലീസ്റ്റ് കുറച്ച് ടൈമിലെങ്കിലും. പക്ഷെ അവര് ശീലിച്ചത് അവരിൽ വരും, അതൊരു പ്രശ്നം. ഈവൻ നമ്മള് പറയണത്, നമ്മളുടെ എക്സ്പ്രഷൻ, നമ്മൾ ഒരാളോട് പെരുമാറുന്നത്, വീട്ടിൽ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻലോസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ സിബ്ലിങ്സ് ഉണ്ട്, നമ്മൾ അവരെ പറ്റി ആരോടെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയുന്നത് അവര് കേൾക്കും, അല്ലെങ്കിൽ അവരോട് പെരുമാറുന്നത് അവര് കാണും. നമ്മൾ എന്താണോ നമ്മള് കൊടുക്കുന്നത്, അവർക്ക് എന്താണോ കൊടുക്കുന്നത് അത് കുട്ടികള് ശ്രദ്ധിക്കുവാണെങ്കിൽ അവർക്കറിയാൻ പറ്റും ഇങ്ങനെയാണ് ഞാൻ അവരോട് പെരുമാറേണ്ടത്. നമ്മൾ ശരിയായ രീതിയിൽ നമ്മളുടെ പാരന്റ്സിന്റെ അടുത്ത്, നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്ത്, നമ്മുടെ ഇൻലോസിന്റെ അടുത്ത്, നമ്മുടെ പാർട്ട്ണറുടെ അടുത്ത്, നമ്മുടെ സിബ്ലിങ്സ്, ചേട്ടൻ ചേച്ചി അനിയൻ അനിയത്തി ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത് അത് കാണുമ്പോൾ അവർക്ക് അതൊരു റോൾ മോഡലാണ്. അത് നമ്മൾ നല്ലതായിട്ട് കൊടുക്കുമ്പോഴേക്കും കുട്ടികളും യെസ് ഐ ഹാവ് ടു ഡു ലൈക്ക് ദിസ് എന്നുള്ളൊരു ഫീല് വരും. മോണ്ടിസോറി എൻവയോൺമെന്റില് അങ്ങനെ തന്നെയാണ് കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും കുട്ടി എങ്ങനെയാ അവിടെ പോയി തന്നെത്താൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, ഇങ്ങനെ വരുന്നുണ്ട്. അത് ആക്ച്വലി നമ്മളിപ്പോ ആദ്യമായിട്ട് കുട്ടിയും പാരന്റും കൂടെ മോണ്ടിസോറി സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ രീതി, ഏത് മോണ്ടിസോറി സ്കൂളിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അവിടുത്തെ രീതി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അവിടുത്തെ ഗേറ്റിന്റെ അവിടുത്തെ ഫെസിലിറ്റേറ്റർ എന്നാ പറയുന്നത്, ഫെസിലിറ്റേറ്ററും അതുപോലെ തന്നെ അസിസ്റ്റന്റ് ആയിട്ട് ആൾക്കാരുണ്ടാവും. അവരും ചേർന്ന് കുട്ടികളെ പാരന്റ്സിനെ വെൽക്കം ചെയ്യും. അത് കഴിഞ്ഞ് അവർ മെയിൻ ബിൽഡിംഗ്, അതായത് ക്ലാസ് റൂമിന്റെ ഭാഗത്തേക്ക് പോകുമ്പോഴേക്കും അവിടെ ആ സ്കൂളിന്റെ ഡയറക്ടർ, പ്രിൻസിപ്പൽ എന്നൊക്കെ സ്കൂളിലൊക്കെ പറയുന്ന പോലെ ഡയറക്ട്രസ് എന്നാണ് പറയുന്നത്, ഡയറക്ട്രസ് അവിടെ ഉണ്ടാവും. ഈ ഡയറക്ട്രസ് കുട്ടിയെയും പാരന്റിനെയും കൂടെ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ട് വെൽക്കം ചെയ്യും. അവിടുത്തെ എല്ലാ സ്റ്റാഫും സംസാരിക്കുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടും ഭയങ്കര ലവിങ്ങും ആയിട്ടോ സംസാരിക്കുന്നത്. അതായത് അവിടെ ഷൗട്ടിങ്ങും ഒന്നും ഉണ്ടാവില്ല. ഈ ഡയറക്ടർസ് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് സംസാരിച്ച് ഈവൻ അതിലെ നടക്കുന്ന തന്നെ ഭയങ്കര കാമായിട്ടാ. അപ്പം അത് തന്നെ കുട്ടികളിലേക്ക് ചെയ്യുക. കുട്ടിയോടും പാരന്റ്സിനോടും ആയിട്ട് ഇങ്ങനെ പറയും, ദിസ് ഈസ് അവർ പ്ലേസ്, നമ്മളുടെ സ്ഥലമാണ്, അവരുടെയും കൂടെ ആണെന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കിക്കും. വി ഹാവ് ടു സ്പീക്ക്
ജെന്റ്ലി, ഹൗ ടു മൂവ് സോഫ്റ്റ്ലി എന്നൊക്കെ പറയുമ്പോഴേക്കും കുട്ടികളുടെ ഉള്ളിൽ ഫസ്റ്റ് ഡേ ഇറ്റ് സെൽഫ് അതങ്ങ് കയറും. അപ്പൊ അങ്ങനെ വി ഹൗ ടു സ്പീക്ക് ജെന്റ്ലി, വി ഹൗ ടു മൂവ് സോഫ്റ്റ്ലി എന്നൊക്കെ പറഞ്ഞിട്ട് അത് അപ്പൊ അതിനനുസരിച്ച് കുട്ടി ആ പ്രമൈസിലൂടെ അങ്ങനെ ഞാനിത് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് കേട്ടോ പറഞ്ഞു. ഞാനൊരു 1 ഇയറോളം ഒരു മോണ്ടിസോറി സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു. അവിടെയായിരുന്നു ടീച്ചിങ് പ്രാക്ടീസിന് പോയതും. സോ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ അവർ പറഞ്ഞു. സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുമ്പ് 1 ഇയറോളം ഞാൻ വർക്ക് ചെയ്തു. ആഫ്റ്റർ സർട്ടിഫിക്കറ്റ് കിട്ടിയതിനു ശേഷം 6 മന്ത് സ്റ്റോപ്പ് ചെയ്തായിരുന്നു. അങ്ങനെ എല്ലാ കുട്ടികളോടും അങ്ങനെ അവര് റഫായിട്ട് ഒന്നും അവിടെ ഓടി നടക്കുവോ അരഗൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അവിടെ മോണ്ടിസോറി പഠിക്കാനുള്ള മെറ്റീരിയൽസ് എല്ലാം ഇങ്ങനെ ഷെൽഫുകളിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ദിസ് ഇസ് അവർ ടീച്ചിങ് എയ്ഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഡയറക്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതൊക്കെ ചിലപ്പോൾ 2-3 ഡേയ്സ് കൊണ്ടായിരിക്കാം ഈ പ്രോസസ് മുഴുവൻ. ഓരോന്ന് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഡയറക്ടേഴ്സും ഫെസിലിറ്റേറ്ററും കാണിച്ചു കൊടുക്കും. വി ഹാവ് ടു ടേക്ക് ദിസ് ഫ്രം ലൈക്ക് ദിസ് അങ്ങനെ പതുക്കെ കൊണ്ടുവരണം. നിലത്ത് വെക്കാനായിട്ട് അവര് സമ്മതിക്കില്ല. കൊച്ചു ടേബിൾ പോലെ ഉണ്ടാവും. ഒന്നുകിൽ അതിന്റെ മുകളിൽ അല്ലെങ്കിൽ മാറ്റ് വിരിച്ചിട്ടാണ് എല്ലാം വെക്കുന്നത്. ഒന്നും നിലത്ത് വെക്കില്ല. അതായത് താഴെ വീണ് പോകുന്ന രീതിയിൽ ഒന്നും ചെയ്യുക. അതെല്ലാം മാറ്റ് വെച്ചിട്ടുണ്ട്. മാറ്റ് സൈഡിൽ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കുട്ടിയെ കൊണ്ട് തന്നെ അത് അൺഫോൾഡ് ചെയ്യിക്കാനായിട്ട് പഠിപ്പിക്കും. കുട്ടി ചെന്ന് ഒരു മെറ്റീരിയൽ എടുക്കുന്നതിന് മുമ്പ് മാറ്റ് എടുത്തുകൊണ്ട് വന്ന് അൺഫോൾഡ് ചെയ്ത് വെക്കും. എന്നിട്ട് ഈ മെറ്റീരിയൽ എടുത്ത് മാറ്റിന്റെ മുകളിൽ വെച്ച് അങ്ങനെയാണ് അവർ ആക്ടിവിറ്റി ചെയ്യുന്നത്. തിരിച്ച് ആ മെറ്റീരിയൽ അങ്ങനെ തന്നെ എവിടെതാണോ എടുത്തേ ആ ഷെൽഫിൽ തന്നെ കൊണ്ടുവയ്ക്കും. എല്ലാം ചൈൽഡ് ഫ്രണ്ട്ലി. പൊക്കം കുറഞ്ഞ ഷെൽഫുകളും ഓപ്പൺ ഷെൽഫുകളൊക്കെ ആയിരിക്കും. എന്നിട്ട് പിന്നെ മാറ്റ് ഫോൾഡ് ചെയ്ത് അതിരുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുവയ്ക്കും. അങ്ങനെയൊക്കെ ഒരു രീതിയാണ്. ഓക്കെ, സോ അത് അബ്സോർബന്റ് മൈൻഡ്. അവരെന്താണോ കണ്ടത്, എന്താണോ അവർ അതെല്ലാം അവരിലൂടെ തന്നെ പുറത്തേക്ക് വരും. ഓക്കെ, പിന്നെ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ആ ചാപ്റ്റർ നിങ്ങൾ കഴിഞ്ഞതല്ലേ? യെസ്, പാർട്ട് 2 എന്തോ ആണെന്തോ നമ്മൾ നോർമലൈസ്ഡും ഡീവിയേഷനും പറയുന്നുണ്ട്. മോണ്ടിസോറി നമ്മള് പഠിച്ചില്ലല്ലോ. പഠിച്ചിട്ടില്ല? ഇല്ല മിസ്. നോർമൽ. യെസ് പ്ലീസ്, ഐ എം സോറി. പാർട്ട് 3 5th യൂണിറ്റ് ആണ്. ഞാനിപ്പോ 3rd യൂണിറ്റ് അല്ലേ എടുക്കുന്നത്. അത് വരുമ്പം അത് മനസ്സിലാവും. കാരണം വെച്ചാൽ വേറെ ഒന്നുമല്ല. അപ്പൊ ഒരു സംശയം നിങ്ങളിൽ തോന്നാം. ഇപ്പൊ കുട്ടി ഫസ്റ്റ് ഡേ വന്ന് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ കുട്ടി അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്നു. നമ്മൾക്ക് കാണാം സ്കൂളുകളിലൊക്കെ ചെല്ലുമ്പോഴേക്കും പല സ്വഭാവമുള്ള കുട്ടികളായിരിക്കും അല്ലെ. ചിലർ ഭയങ്കര സൈലന്റ് ആയിരിക്കും, ചിലർ ഭയങ്കര എന്താ പറയാ ഒരു ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. അവർ ഒരു സ്ഥലത്ത് ഇരിക്കില്ല, ഭയങ്കര വർത്താനം അങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോ എന്താകും എന്നൊരു കേസ് വരും. മോണ്ടിസോറി സ്കൂളിലെ നോർമലൈസ്ഡ് കിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് കുട്ടി എന്നല്ല അതിന്റെ അർത്ഥം. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് പെർഫെക്റ്റ് എല്ലാ കാര്യവും നല്ല അങ്ങനെയല്ല. നോർമലൈസ്ഡ് കിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്കൂളില് മീൻസ് ആ ക്ലാസ് റൂമിൽ ഇരുന്ന് ആക്ടിവിറ്റി ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു, വീണ്ടും ചെയ്യുന്നു, അങ്ങനെ രീതി ചെയ്യുന്നു. ഡീവിയേറ്റഡ് കിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പഠനത്തിൽ വീക്ക് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും, സംസാരിക്കാത്ത കുട്ടികളുണ്ടാവും, ചിലർ ഭയങ്കര ബ്രില്യന്റ് ആയിരിക്കും, പക്ഷെ അവർ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ്. ഇവരെയെല്ലാം ഡീവിയേറ്റഡ് കിഡ് എന്നുള്ള ഒരു വിഭാഗത്തിലേക്ക് പെടുത്തും. അപ്പൊ ഈ ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ നോർമലൈസ്ഡ് ആക്കുക എന്നുള്ളൊരു പ്രോസസ് മോണ്ടിസോറി സ്കൂളുകളിൽ നടക്കാറുണ്ട്. ആ പ്രോസസ് പലപ്പോഴും ഓട്ടോ ആയിട്ട് വരുന്നത്, തന്നെത്താനെ വരും. അല്ലെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ആക്ടിവിറ്റീസ് ഈ ഫെസിലിറ്റേറ്റർ അവിടെയുള്ള ഫെസിലിറ്റേറ്റർ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ അവരെ നോർമലൈസ്ഡ് എന്നുള്ള ഗ്രൂപ്പിലേക്ക് ആകും. പക്ഷെ ഇത് 1-2 ദിവസം കൊണ്ടല്ല, മേ ബി ഇറ്റ് വിൽ ടേക്ക് സം ടൈം, 2-3 months ഒക്കെ എടുക്കാം. ഡിപ്പെൻഡ്സ് ഓൺ ദ കിഡ്. അതിനനുസരിച്ച് 2-3 months അങ്ങനെ സമയം എടുത്തുണ്ടാവുന്ന ഒരു പ്രോസസ്സ്. അത് നമുക്ക് ആ ചാപ്റ്റർ വരുമ്പോൾ പഠിക്കാം. ജസ്റ്റ് അതൊന്ന് പറഞ്ഞുള്ളൂ. ഈ ചൈൽഡ് ഡെവലപ്മെന്റ് വന്നപ്പോ അതിന്റെ ഒരു കാര്യം വേണ്ടി വന്നു എന്നുള്ള രീതിയിൽ പറയും. ഇപ്പൊ വീട്ടിൽ തന്നെ 2 കുട്ടികളുണ്ടെങ്കിലും പലപ്പോഴും അമ്മമാര് പറയണേക്കാം, ഓ മൂത്തവനെ കൊണ്ട് എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു, പക്ഷെ രണ്ടാമത്തവൻ ഒരു രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയൂല്ലേ. അതായത് കുട്ടികൾ യുണീക്കാണ്. അത് അവരുടെ ഒരു ഡെവലപ്മെന്റിന്റെ ഒരു ഡിഫറൻസ് തന്നെയാണ്. അവർ യുണീക്കാണ്. അപ്പൊ ഈ പേരക്കുട്ടികൾ ഉണ്ടാവുമ്പോൾ ചില ഗ്രാൻഡ് പാരന്റ്സും പറയും, അതായത് അവരുടെ മോന്റെ കുട്ടിയാണെങ്കിൽ എന്ന് വിചാരിച്ചു, ഓ എന്റെ മോനെ കൊണ്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, അവൻ വളരെ സൈലന്റ് ആയിരുന്നു, ഇവന് എന്തൊരു കുളുത്തം കിട്ടത്, അങ്ങനെയൊക്കെ പല ഗ്രാൻഡ് പാരന്റ്സ് പറയുന്നത് നമ്മൾ പൊതുവെ കേൾക്കാറുണ്ട്. അത് ആ ഒരു ചേഞ്ചസ് വരും. അങ്ങനെയൊക്കെ വരാറുണ്ട്. അതൊരു കാര്യമൊന്നുമില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിൽ ചെന്നപ്പോ എനിക്ക് 2 കുട്ടികള്, ചേച്ചിക്ക് 2 കുട്ടികൾ, എന്റെ ബ്രദറിന് ഒരു മോള്. അപ്പൊ ഇങ്ങനെ
അടുത്ത വീട്ടിലൊരു മോള് വന്നു, ഒരു 3.5 വയസ്സ് 4 വയസ്സ്. അത് US-ലാണ്. ആ കുട്ടിക്ക് വെക്കേഷൻ വന്നതാ. അപ്പൊ ആ കുട്ടി വന്നപ്പോഴേക്കും ഇങ്ങനെ ആ കുട്ടി എന്തോ കരയുമെന്നോ അങ്ങനെ എന്തോ ചോദിച്ചു. അപ്പൊ ഇങ്ങനെ അതിന്റെ ചിറ്റയ്ക്ക് ഒരു കുഞ്ഞുണ്ടായി. അപ്പൊ അതെപ്പോഴും കരയുവോ, കരച്ചിലാന്ന് ആ കുട്ടി ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അതിങ്ങനെ ചോദിക്കുമായിരുന്നു എന്റെ മോളോടൊക്കെ, ചേച്ചി കരയുമായിരുന്നു കുഞ്ഞിലേന്നോ അങ്ങനെ എന്തോ ചോദിച്ചപ്പോ അവളിങ്ങനെ പറഞ്ഞു, എന്നെ കൊണ്ട് എന്റെ അമ്മയ്ക്ക് ഒരു ശല്യം ഉണ്ടായിരുന്നില്ല, ഒട്ടും കരയില്ലായിരുന്നു, പക്ഷെ മോൻ കരയുമായിരുന്നു എന്ന് പറഞ്ഞ് അവളിങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ ഓരോരുത്തരുടെ കാര്യം അവള് പറഞ്ഞു കൊടുത്തായിരുന്നു. അങ്ങനെ അതിപ്പം അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ. അപ്പൊ നമ്മളൊക്കെ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ ഒന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ദാറ്റ്സ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദ ഡെവലപ്മെന്റ് ഓഫ് ദ ചൈൽഡ്. ഓക്കെ, ഇപ്പം അതിനകത്ത് നമുക്ക് ലോ ഓഫ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് കാണാൻ ഇച്ചിരി വിഷമമായിരിക്കും. നമ്മുടെ PDF ഉണ്ടാവുമായിരിക്കും. ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. ലോ ഓഫ് വർക്ക് എന്ന് പറഞ്ഞ ഇവിടെ വർക്ക് പ്ലേ, അവര് ചെയ്യുന്ന കളികൾ, ഗെയിംസ്, ആക്ടിവിറ്റി, അതാണ് ഇത്. പിന്നെ ഇൻഡിപെൻഡൻസ്. ആ ഒരു ഏജ് ഒക്കെ ആകുമ്പോഴേക്കും അവർ ഇൻഡിപെൻഡന്റ് ആവാൻ തുടങ്ങി. ഈവൻ 1 year ഒക്കെ കഴിയുമ്പോഴേക്കും അവർ കാണിച്ചു തുടങ്ങും ചെറുതായിട്ട് ഡിപ്പെൻഡൻസിനേക്കാളും അവർ തന്നെത്താനെ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് നോക്കും. പവർ ഓഫ് അറ്റൻഷൻ, പല കാര്യങ്ങളും ഇവർ ശ്രദ്ധിക്കുന്നത്, അവരുടെ ഒബ്സർവേഷൻ എല്ലാം അതിൽ വരും. ചിലപ്പോൾ ഇരുന്ന് കളിക്കുവാണെങ്കിൽ തന്നെയും ചുറ്റും നടക്കുന്നത് ചിലപ്പോൾ അവർ ശ്രദ്ധിക്കുക. ചില സമയത്ത് കോൺസെൻട്രേഷനോട് കൂടി അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ആയിരിക്കും ചെയ്യുന്നത്. ഭയങ്കര കോൺസെൻട്രേഷൻ ആയിരിക്കും ഈ കുട്ടികൾക്ക്. ചിലപ്പോൾ നമ്മൾ അടുത്തൂടെ പോയാൽ പോലും ഇവരറിയില്ല, ആ ഒരു കോൺസെൻട്രേഷനിലിരിക്കും. ബട്ട് ഡിഫറെന്റ് രീതിയിലുള്ള കുട്ടികളുണ്ട് കേട്ടോ. ചിലരെ അറിയേയില്ല, ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറിയും. എന്തെങ്കിലും ഒരു ശബ്ദം കേൾക്കുമ്പോൾ അവർ ചെയ്തുകൊണ്ടിരുന്ന ആക്ടിവിറ്റി നിർത്തി ആ ശബ്ദം ശ്രദ്ധിക്കും, പക്ഷെ വീണ്ടും ബാക്ക് ടു ദെയർ വർക്ക്, അവരുടെ ആ കളിയിലേക്ക് വരും. ചിലരത് അവിടെ ഇട്ടിട്ട് അതിന്റെ പുറകെ പോകും. അങ്ങനെ പല ലെവലിലാണ് കുട്ടികളുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. 5 senses യൂസ് ചെയ്തിട്ടായിരിക്കും അവരുടെ ഈ ഒരു പവർ ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്നത്. പിന്നെ ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ്, ഡെഫിനറ്റ്ലി ബുദ്ധി വികസിച്ചുകൊണ്ടേയിരിക്കുവാണ് അവരുടെ. പിന്നെ ഇമാജിനേഷനും ക്രിയേഷനും, നമ്മളുടെ ഡിഫൻസ് മെക്കാനിസത്തിൽ നമ്മൾ അത് പ്രത്യേകം പറയണ്ടായിരുന്നു. ഭയങ്കര ഒരു ഇമാജിനേറ്റിംഗ് പവർ ആണ്. അവർ പറയുന്ന കഥകൾ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ നോക്കൂ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു. അതുപോലുള്ള ഇമാജിനേഷനും ക്രിയേഷനുമാണ്. ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ഓർ സ്പിരിച്വൽ ലൈഫ് പറഞ്ഞിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷെ അവരുടെ ഇമോഷൻസ് മനസ്സിലാകുന്നു, അത് ഡെവലപ്പ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ സ്പിരിച്വൽ ലൈഫ്, പലപ്പോഴും അവർക്ക് വാല്യൂസ്, മോറൽ വാല്യൂസ് കിട്ടുന്നത് നമ്മൾ ഈ ഫോളോ ചെയ്യുന്ന ട്രഡീഷൻസ്, റിലീജിയസ് ബിലീഫ്, അങ്ങനെ പലതിൽ നിന്നും പല മോറൽ വാല്യൂസ് അവർക്ക് കിട്ടുന്നു. ഇപ്പം ചിലര് കഥകൾ പറഞ്ഞു കൊടുക്കും കുട്ടികൾക്ക്. ഒരു ഏജില് ഭയങ്കര ഇഷ്ടമായിരിക്കും, കഥ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു ഏജ് ഉണ്ട് അവർക്ക്. ആ കഥകളിൽ നിന്ന് പലതും അവർക്ക് ഈ മോറൽ വാല്യൂസ് അതെല്ലാം കിട്ടും. പിന്നെ സ്റ്റേജസ് ഓഫ് ചൈൽഡ്സ് ഗ്രോത്ത്, ഓരോ സ്റ്റേജ്, അവരുടെ ഗ്രോത്തിന്റെ ഓരോ സ്റ്റേജസ് അത് വരും. ഈ ഒരു ഇതാണ്. അപ്പൊ പ്രീ ഡിറ്റർമൻ സൈക്കിക് പാറ്റേൺ ആണ് അവരുടെ മെന്റൽ ഡെവലപ്മെന്റിനുള്ളത്. സൈക്കിക് ലാസ്റ്റത്തെ പോയിന്റ് എന്തായിരുന്നു? സ്റ്റേജസ് ഓഫ് ചൈൽഡ്സ് ഗ്രോത്ത് ആണോ? ഓക്കെ. ഈ ഒരു ബോക്സിനകത്തെ ലാസ്റ്റ് അല്ലേ ഉദ്ദേശിച്ചേ? ഇതല്ലേ? അതെ അതെ, അവരുടെ അത് താഴെ ടെസ്റ്റിൽ കാണുന്നില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. കാണുന്നില്ല, ഞാൻ എന്റെ ഇതിനകത്ത് നോക്കിയാ പറയുന്നത്, PDF നോക്കിയാ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊക്കെ കുറച്ച് ക്ലിയറാ. ഇത് ഇച്ചിരി ഒന്ന് ബ്ലേർഡ് ആയ പോലെ ഇരിക്കുന്നു അല്ലെ? ഇതൊക്കെ ക്ലിയർ അല്ലേ? വായിക്കാൻ പിന്നെയും ടെക്സ്റ്റ് ബുക്കിൽ ഒന്നും ക്ലിയർ അല്ല. ടെക്സ്റ്റ് ബുക്ക് എന്റെ ഉണ്ട്, പക്ഷെ അതിൽ ക്ലിയറേ അല്ല. ആണല്ലേ? പ്രിന്റ് എടുത്തതിന്റെ ഇതൊക്കെ ആയിരിക്കും. കുട്ടിയുടെ ഡെവലപ്മെന്റ് പാറ്റേൺ ആണ്. പ്രീ ഡിറ്റർമൻ സൈക്കിക് പാറ്റേൺ ആണ് വരുന്നത്. ഈ പ്രോസസ് ഓഫ് ഡെവലപ്മെന്റിൽ വരുന്ന കണ്ടീഷൻസ് ആണ് ഈ ബോക്സിനകത്ത്. അത് നമ്മൾ പറഞ്ഞു എൻവിയോൺമെന്റ്. അത് തന്നെ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 3 ആരോ ഇട്ടിട്ട് ഹോം, സ്കൂൾ, സൊസൈറ്റി എന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഫ്രീഡം ബ്രാക്കറ്റിൽ വിത്തിൻ ദ ലിമിറ്റ്സ് എന്നും കൂടെ എഴുതുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും, അല്ലെങ്കിൽ അത് വിട്ടുപോകും. പല നോട്ട്സ്, പല കണ്ടന്റ്സിൽ നമ്മൾ ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് എപ്പോഴും പറയുന്നുണ്ട് കേട്ടോ. ഈ കണ്ടീഷൻസിൽ എൻവിയോൺമെന്റ് ആണ് ഒന്നാമത്തത്. അതിൽ തന്നെ ABC എന്ന് വേണമെങ്കിൽ എഴുതിയിട്ട് ഹോം, സ്കൂൾ, സൊസൈറ്റി ഓർ കമ്മ്യൂണിറ്റി. സെക്കൻഡ് വൺ ഫ്രീഡം ബ്രാക്കറ്റിൽ വിത്തിൻ ദ ലിമിറ്റ്സ്. പിന്നെ എസ്റ്റാബ്ലിഷ്ഡ് മോഡൽസ് ഓഫ് ബിഹേവിയർ, ഇവര് പലരെയും റോൾ മോഡൽ ആക്കും.
അവരുടെ ബിഹേവിയർ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ. പിന്നെ ഇന്റേണൽ എയ്ഡ്സ്, ഈ ഒരു ചൈൽഡ് ഡെവലപ്മെന്റിന് വേണ്ട എയ്ഡ് എന്ന് പറഞ്ഞ ടൂൾസ്, ഹെൽപ്പ് ചെയ്യുന്ന ടൂൾസ്. സെൻസിറ്റീവ് പീരീഡും അബ്സോർബൻ പീരീഡും ആണ്. ഈ ഒരു കാലഘട്ടം കുട്ടികളുടെ നല്ല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ അത് അവരുടെ ഡെവലപ്മെന്റിനെ ശരിക്കും ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ടൈമിൽ അവർക്ക് എന്തെങ്കിലും ട്രോമ വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ അഫക്ട് അവർ എൻറ്റയർ ലൈഫ്. അതിൽ നിന്ന് അവരെ ചിലപ്പോൾ ഒന്ന് തിരിച്ചു കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും. പലപ്പോഴും ആ ചൈൽഡ്ഹുഡ് ട്രോമ നല്ല പോലെ കുട്ടികളിൽ ചില കുട്ടികളിൽ കാണാറുണ്ട്. അത് അവരെ ഭയങ്കരമായിട്ട് അവർക്ക് പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യുന്നതിനും ബ്ലോക്കിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് നേരിട്ട് അനുഭവം ഉണ്ടാവുമായിരിക്കും ആരുടെയെങ്കിലും, അല്ലെങ്കിൽ പലപ്പോഴും മൂവീസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ചൈൽഡ്ഹുഡ് ട്രോമ കൊണ്ട് ചിലവര് ഈ സൈക്കോപാത്തൊക്കെ ആയി മാറുന്നത് ചൈൽഡ്ഹുഡ് ട്രോമ കൊണ്ട് വരും. ചിലർ ഭയങ്കരമായിട്ട് ഉൾവലിഞ്ഞ പോലെ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആയി പോകും ചില കുട്ടികള്. ഈ ചൈൽഡ്ഹുഡ് ട്രോമയൊക്കെ വരുന്നത് ഈ ഒരു ഏജിൽ, ഈ ഒരു പീരീഡിൽ അവരുടെ ഡെവലപ്മെന്റിന്റെ ഹിൻട്രൻസ് ആവുന്ന, തടസ്സമാവുന്ന രീതിയിൽ എന്തെങ്കിലും വരുമ്പോഴാണ് അങ്ങനെയുള്ള പ്രോബ്ലംസ് വരുന്നത്. ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു സമയം. നെക്സ്റ്റ് ഇവിടെ നമ്മൾ പറഞ്ഞത് ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിൽ വരുന്ന ഓരോ പ്രോസസ്സാണ്. അത് ലോ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇവരുടെ വർക്ക് ടു പ്ലേ. മോണ്ടിസോറി എൻവയോൺമെന്റ് ആണെങ്കിൽ അവിടെ അവർ വർക്ക് ടു പ്ലേ ആണ്, പല പല ആക്ടിവിറ്റീസ് ആണ് അവർ ചെയ്യുന്നത്. പിന്നെ ഇൻഡിപെൻഡൻസ് ആകാനായിട്ടുള്ള ആ ഒരു ടെൻഡൻസി കൂടുതലാണ്. ലോ ഓഫ് ഇൻഡിപെൻഡൻസ്, ഇൻഡിപെൻഡന്റ് ആകണം എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇങ്ങനെ ഒരു ക്ലാസ് ഞാൻ എന്റെ മോനെ കൊണ്ടുപോയ സമയത്ത്, അവൻ 8ാം ക്ലാസ്സിലാണ്, അത് ടീനേജേഴ്സിനുള്ളൊരു ക്ലാസ് ആയിരുന്നു. അപ്പൊ അവിടെ ഒരു 10th പഠിക്കുന്ന ഒരു മോള് വന്നു. 10th പഠിക്കുന്ന മോള് വന്നിട്ട് ഈ കുട്ടി ഫുൾ ടൈം അതിനൊരു ടാബ് ഉണ്ട്, ഫുൾ ടൈം ആ ടാബിൽ ഇങ്ങനെ ഇരിക്കുക. ക്ലാസ് ടൈമില് അതിന്റെ കയ്യിൽ നിന്ന് പറിച്ചു കൊണ്ടുവരുമായിരുന്നു ആ ടാബ്. ആദ്യം ഒന്നും കൊടുത്തില്ല. പിന്നെ ക്ലാസ് സെഷൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് അതിന്റെ ഗ്രാൻഡ് മദറിന്റെ കയ്യിൽ കൊടുത്തു. മദറും കൂടിയാണ് വന്നത്, ഗ്രാൻഡ് മദറിന്റെ കയ്യിൽ കൊടുത്തു. അത് കഴിഞ്ഞ് സ്നാക്കിന്റെ ടൈം ഉണ്ടായിരുന്നു, ഒരു 11 o'clock ഒക്കെ ആയപ്പോഴേക്കും ചായയും പരിപ്പുവടയും ആയിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. യെസ്, ഈ കുട്ടിയുടെ 2 സൈഡില് അമ്മയും ഗ്രാൻഡ് മദറും ഇരിക്കുവാണേ. കുട്ടി ഈ ടാബ് നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ടിഷ്യൂ പേപ്പറിൽ ഈ പരിപ്പുവടയിൽ ഇങ്ങനെ മുളകും ഉള്ളിയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും ഈ കൊച്ചു കഴിക്കില്ലാന്ന് തോന്നുന്നു. ഗ്രാൻഡ് മദർ അതൊക്കെ പൊളിച്ച് ആ സാധനമൊക്കെ മാറ്റി ചെറിയ 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 പീസസ് ആയിട്ട് വെച്ചു കൊടുക്കുക കൊച്ചിന് കഴിക്കാൻ വേണ്ടിയിട്ട് വായില്. ബാക്കിയെല്ലാം ഏറ്റവും എൽഡർ ആയിരുന്നു ആ കുട്ടി ആ ക്ലാസ്സിലുണ്ടായിരുന്നത്, 10th കുട്ടി. ബാക്കിയുള്ളവര് 7th 8th ഒക്കെ കൊച്ചു കുട്ടികളായിരുന്നു. അവര് തന്നെത്താനെ വന്ന് കപ്പില് ചായ എടുത്തു, പരിപ്പുവട എടുത്തു, കഴിച്ചു, വാഷ് ചെയ്ത് അവരവരുടെ കാര്യങ്ങളായിട്ട് അവരങ്ങോട്ട് പോയി. ഈ കുട്ടിയെ ഇവരിങ്ങനെ ഇരുന്ന് ചായ തണുപ്പിക്കുന്നു, പരിപ്പുവട ഇങ്ങനെ പൊളിച്ചു കൊടുക്കും. അപ്പൊ ക്ലാസ് എടുക്കാൻ വന്ന 2 ട്രെയിനേഴ്സ് എനിക്ക് പരിചയമുള്ളവരായിരുന്നു. അവരെന്നോട് പറയാ, കണ്ടില്ലേ ഇത് പാമ്പറിങ്ങിന്റെ അങ്ങേയറ്റത്താണ്. നമ്മൾ കുട്ടികളെ പാമ്പർ ചെയ്യണം, ബട്ട് അത് അവരെ സ്പോയിൽ ആക്കുന്ന രീതിയിലുള്ള പാമ്പറിങ് ആവരുത്. യു ഷുഡ് പാമ്പർ ദം. ഇപ്പൊ പെട്ടെന്ന് അടിക്കരുത് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും പെട്ടെന്ന് നമ്മൾ അങ്ങ് റിയാക്ട് ചെയ്ത് പോകും. ചിലപ്പോൾ ഒരു അടി കൊടുക്കും, അവരങ്ങ് ഫീൽ ചെയ്തിട്ടായിരിക്കും അന്നത്തെ ദിവസം പോയി കിടന്നുറങ്ങുന്നത്. ബട്ട് അത് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തിട്ടേ അവരെ കിടത്താൻ പാടുള്ളൂ. അവർ ഉറങ്ങുവാണെങ്കിൽ അവരെ പതുക്കെ ഒന്ന് തട്ടി എണീപ്പിച്ച് ഒരു ഹഗ്ഗും ഒരു ഉമ്മയും കൊടുത്തിട്ട് വേദനിച്ചോ എന്ന് ചോദിക്കുമ്പോഴേക്കും അവരങ്ങ് ഭയങ്കര റിലാക്സ്ഡ് ആവും. മറ്റേത് ഈ കുട്ടി ഈ അടി കെട്ടിയിട്ട് പോയി കിടന്നുറങ്ങുമ്പോ എന്താ സംഭവിക്കുക, അത് രാത്രി ചിലപ്പോ സങ്കടം വന്നിട്ടുണ്ടാവുമായിരിക്കും. അടി കിട്ടിയപ്പോ ചിലപ്പോ ഏങ്ങലടിക്കുന്ന പോലെ ഒരു വരാം. ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് ആയിരിക്കും നമ്മളുടെ കുഞ്ഞിനുണ്ടാകുന്നത്. ഒരിക്കലും പാടില്ല. അവർ ഉറങ്ങുന്ന സമയത്ത് അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് അവർക്കാവരുത്. അവർ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അത് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യണം. നമ്മളുടെ ഈഗോ അതിന് ചിലപ്പോൾ സമ്മതിച്ചെന്ന് വരില്ല, ബട്ട് വി ഹാവ് ടു ഡു. നിങ്ങൾ ചെയ്യുന്ന അമ്മമാരായിരിക്കും എല്ലാവരും തന്നെ. അപ്പൊ അത് ചെയ്യണം. എത്ര വലിയ ഒരു ചിലപ്പോൾ വഴക്കായിരിക്കും ഞാൻ പറഞ്ഞത്. സോ വി ഹാവ് ടു ഡു ബിഫോർ സ്ലീപ്പ്. അത് സോർട്ട് ഔട്ട് ചെയ്തിട്ടേ അവരെ ഉറക്കാൻ പാടുള്ളൂ. കാരണം അവര് പതുക്കെ നമ്മുടെ പുറകെ വന്ന് നിൽക്കും ആ ഇതൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർക്ക് അങ്ങനെ ദേഷ്യം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അത് വേണം. ഇങ്ങനെ പാമ്പറിങ് വേണം, ബട്ട് ഫ്രീഡം എന്ന് പറഞ്ഞ പോലെ തന്നെ വിത്തിൻ ദ ലിമിറ്റ്സ് കൺട്രോൾ ആ രീതിയിൽ തന്നെ വേണം. സോ നമുക്ക് തന്നെ ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. 220 എന്നാണ് നമ്മൾ പറഞ്ഞ ഡിസ്കഷൻ. ഫസ്റ്റ് വൺ, ലോ ഓഫ് വർക്ക്.
മോണ്ടിസോറിയുടെ വർക്ക് ടു പ്ലേ ആണ്. ഈ ഫുൾ പാരഗ്രാഫ് വായിക്കാൻ ആരെങ്കിലും റെഡിയാണോ? ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ലീഡേഴ്സിനെ ആക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് 1 2 ഒരു മിനിറ്റ് 1 2 3 നമ്പർ കൊടുക്കുക. അപ്പൊ റീഡ് ചെയ്യാൻ പറയുമ്പോൾ 1 നമ്പർ കിട്ടിയ ആള് പെട്ടെന്ന് അങ്ങ് റീഡ് ചെയ്യുക. അപ്പൊ നമ്മുടെ ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്ലീസ്. Montessori assumes that children prefer work to play. Love of work includes the ability to choose work freely and to find serenity and joy in work. According to Maria Montessori, children at Casa di Bambini were able to achieve an integration of self through their work. She observed that children who came in with destructive behavior like aggressiveness, hostility, etc., quickly settled down in the prepared environment. They became calm and peaceful after working with materials in the prepared environment. Slowly, all destructive behavior disappeared. Montessori concluded that some great need of the child must have been met through this activity of concentration, and that the new state the child had thereby reached was actually his normal state. Montessori referred to this process of psychic integration as the normalization of the child. Through work, children become normal. Yes. മോണ്ടിസോറി പറയുന്നത് കുട്ടികൾക്ക് എപ്പോഴും കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമുക്കറിയായിരിക്കും ചിലപ്പോ ഒരു കളി കളിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം കുറേ നേരം അത് തന്നെ അവര് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെ വിളിക്കും കളിക്കാൻ. 1-2 പ്രാവശ്യം കഴിയുമ്പോഴേക്കും നമുക്കൊന്ന് ചെറിയതായിട്ടൊന്ന് ബോറടിച്ചാലും ഇവർക്കത് വരില്ല. ഇവരിങ്ങനെ നമ്മൾ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. സോ അവര് റിപ്പീറ്റഡ്ലി അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം റിപ്പീറ്റ് ആയിട്ട് ചെയ്യാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമല്ല. ലവ് ഓഫ് വർക്ക്. പിന്നെ അത് അവരുടെ ചോയ്സ് ആണ്. ചിലപ്പോ ഒരു കുട്ടിക്ക് കളിക്കാൻ ഇഷ്ടമുള്ളതായിരിക്കില്ല വേറൊരു കുട്ടിക്ക് കളിക്കാൻ ഇഷ്ടമുള്ളത്. അപ്പൊ ആ രീതിയിൽ മാറിക്കൊണ്ടിരിക്കും. ഫ്രീ ആയിട്ടും പിന്നെ അതുപോലെ തന്നെ ആ കളിക്കുമ്പോൾ വളരെ കാമായിട്ട്, സെറിനിറ്റി എന്ന് പറഞ്ഞൊരു ക്വയറ്റ്, ഭയങ്കര കാം ആയിട്ട് അവരതിൽ സന്തോഷം കണ്ടെത്തുവാണ് ആ ഒരു കളിയില്. കാസ ഡി ബാംബിനി എന്ന് പറയുന്നത് മോണ്ടിസോറി ആദ്യമായിട്ട് തുടങ്ങിയ ഒരു മോണ്ടിസോറി സ്കൂളിന് കൊടുത്ത പേരാണ് കാസ ഡി ബാംബിനി. നിങ്ങൾ പറഞ്ഞാന്ന് തോന്നുന്നു. അതിന്റെ മീനിങ് എന്തായിരുന്നു? ഇറ്റാലിയൻ വേർഡ് ആണ്. കാസ ഡി ബാംബിനി എന്ന് പറഞ്ഞ ചിൽഡ്രൻസ് ഹൗസ് അല്ലെ, ഹൗസ് ഓഫ് ചിൽഡ്രൻ, ചിൽഡ്രൻസ് ഹൗസ്. അവര് വർക്കിലൂടെ അവരൊരു സെൽഫ് ഇൻഡിപെൻഡൻസ്, അവര് എൻജോയ്മെന്റ് എല്ലാം അവർക്ക് വരുവാണ് ഈ ഒരു വർക്ക് ടു പ്ലേ അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ്. പലപ്പോഴും അഗ്രസീവ്നെസ്, നേരത്തെ പറഞ്ഞില്ലേ ഭയങ്കരമായിട്ട് ഹൈപ്പർ ആക്റ്റീവ്, അതുപോലെ തന്നെ അൺഫ്രണ്ട്ലി. ഹോസ്റ്റിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഫ്രണ്ട്ലി എന്നാണ്. ഒട്ടും ഫ്രണ്ട്ലി അല്ലാത്ത രീതിയിൽ നമ്മളുമായിട്ട് അങ്ങ് മേജ് ആവാത്ത, ചില കുട്ടികൾ അങ്ങനെയാണ്, പെട്ടെന്ന് അങ്ങോട്ട് കൂട്ടാവും. നമ്മളുടെ ഗ്രൂപ്പിൽ തന്നെ മക്കൾ അവര് നല്ല രീതിയിൽ അമ്മമാരുടെ ക്ലാസ് ആണെങ്കിലും അവര് വന്നിരുന്നു അവര് പെട്ടെന്ന് ഇതുമായിട്ട് മേജ് ആവുന്നുണ്ട് അല്ലെ. അപ്പൊ ചില കുട്ടികൾ പക്ഷെ ഭയങ്കര അൺഫ്രണ്ട്ലി ആയിരിക്കും. അങ്ങനെ ഉള്ള കുട്ടികൾ വരാം സ്കൂളുകളിൽ, ഏതൊരു ഇതാണെങ്കിലും. അവർക്ക് പെട്ടെന്ന് തന്നെ അവരെ ആ ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റിലേക്ക് സെറ്റിൽ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ്, അതിനനുസരിച്ചുള്ള വർക്ക്, അതിനനുസരിച്ചുള്ള പ്ലേ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെയാകുമ്പോൾ അവര് ഭയങ്കരമായിട്ട് കാമാവും അല്ലെ. ഹൈപ്പർ ആക്റ്റീവ് സാധാരണ ടീച്ചർമാര് ചെയ്യാറില്ലേ, ക്ലാസ്സിൽ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുന്നവനെ പിടിച്ചങ്ങ് ലീഡർ ആക്കും, എല്ലാ റെസ്പോൺസിബിലിറ്റിയും അവനെ ഏൽപ്പിക്കും. പിന്നെ അവന് വേറൊരു ലക്ഷ്യമില്ല. ആ രീതിയിൽ കുട്ടികൾക്ക് ക്ലാസ്സില് എന്റെ മോൻ ക്ലാസ് ലീഡർ. അവൻ ഇങ്ങനെ പിരിവിരുവിരാന്നും പറഞ്ഞിരിക്കും എപ്പോഴും. അവനെ ക്ലാസ് ലീഡർ ആക്കിയേക്കണേ. അപ്പൊ അവന്റെ ആ ഒരു എന്താ പറയുക, ആ സ്പിരിറ്റ്, ആ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോസിറ്റീവായിട്ട് യൂസ് ചെയ്യുവാണല്ലോ. ലീഡർ ആക്കുമ്പോഴേക്കും അത് മുഴുവൻ പോസിറ്റീവ് സൈഡിലേക്ക് പോകും. അതാണ് നമ്മൾ സെൻസിറ്റീവ് പീരീഡ് എന്ന് പറയുന്നതും. ആ ഒരു സമയത്ത് അവരുടെ എനർജീനെ നമ്മൾ പോസിറ്റീവായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ഗുണമാണ്, ആ ഒരു കാംനെസ് അവിടെ കിട്ടുകയും ചെയ്യും. അപ്പൊ അവര് പെട്ടെന്ന് തന്നെ അവർക്ക് ആ മെറ്റീരിയൽസ് കിട്ടുമ്പോഴേക്കും ആ പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ അവർ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അതാണ് നോർമലൈസേഷൻ. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ അവരെ പതുക്കെ പതുക്കെ നോർമലൈസേഷനിലേക്ക് കൊണ്ടുവരും. എപ്പോഴും ഓർക്കുക,
നോർമൽ എന്ന് മോണ്ടിസോറിയിൽ പറയുന്നത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള കുട്ടി എന്നല്ല അർത്ഥം. ഇതുപോലെ ഇരുന്ന് ആക്ടിവിറ്റി ചെയ്ത് അതിൽ എൻജോയ് ചെയ്യുന്നു, മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അതാണ് നോർമലൈസേഷൻ എന്നുള്ള രീതിയിൽ മോണ്ടിസോറിയിൽ പറയുന്നത്. ചിലപ്പോ ആ ഇരുന്ന് ചെയ്യുന്ന ആക്ടിവിറ്റി അന്നത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, പിറ്റേ ദിവസമായിരിക്കും വീണ്ടും വന്ന് കംപ്ലീറ്റ് ചെയ്തത്. അത് നോർമലൈസേഷൻ തന്നെയാണ്. ഏറ്റവും ഫസ്റ്റ് ചെയ്തു ആ കുട്ടിയാണ് നോർമൽ എന്നല്ല അർത്ഥം. അവര് ആ ഒരു എൻവയോൺമെന്റിൽ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതെ ആ ആക്ടിവിറ്റി ചെയ്ത് ആ എൻവയോൺമെന്റിൽ അവിടുത്തെ രീതിയിൽ തന്നെ നടക്കുന്നു, മെറ്റീരിയൽസ് എല്ലാം കറക്റ്റ് സ്ഥലത്ത് വെക്കുന്നു, മാറ്റ് യൂസ് ചെയ്യുന്നു, അങ്ങനെ 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 ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുമല്ലോ, അതിനെയാണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഇവരുടെ കോൺസെൻട്രേഷൻ അങ്ങനെ അതിനെല്ലാം നല്ല വ്യത്യാസം വരുന്നു. അങ്ങനെ നോർമൽ സ്റ്റേറ്റിലേക്ക് അഗ്രസീവ്നെസ്സും അൺഫ്രണ്ട്ലി ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ തന്നെയും അവർ ആ നോർമൽ സ്റ്റേറ്റിലേക്ക് വരും. ഇത് മേ ബി പല ദിവസങ്ങൾ എടുത്തിട്ടായിരിക്കാട്ടോ, പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് സംഭവിക്കില്ല. പറയാറൊരു 2-3 വീക്സ് അല്ലെങ്കിൽ മന്ത്സ് വരെയും എടുക്കാറുണ്ട് ചില കുട്ടികൾ നോർമലൈസേഷനിലേക്ക് വരാനായിട്ട്. എന്നാലും അവരെല്ലാം അതിലേക്ക് തന്നെ വരും. അപ്പൊ ആ ഗ്രൂപ്പ് മുഴുവനും ഒരു നോർമലൈസേഷൻ എന്നുള്ള രീതിയിൽ വരും. ത്രൂ വർക്ക് ചിൽഡ്രൻ ബിക്കം നോർമൽ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് റെക്കോർഡിന്റെ സംശയമോ അങ്ങനെ എന്തെങ്കിലും അസൈൻമെന്റ് സംശയമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? പുതിയ റെക്കോർഡിന്റെ തന്നില്ലല്ലോ മിസ്. ഞാൻ ഒരെണ്ണം തന്നോ? ഫസ്റ്റ് മൈ കളക്ഷൻ കംപ്ലീറ്റ് ആക്കിയില്ല, കുറച്ചും കൂടെ അടുത്തത് പറഞ്ഞിരുന്നെങ്കിൽ അത് ചെയ്യായിരുന്നു. മിസ്സേ കംപ്ലീറ്റ് ചെയ്തില്ല മിസ്സേ. അല്ല മിസ് ഹലോ മിസ്സേ, പിന്നെ റെക്കോർഡ് ചെയ്യാന് മിസ് തന്നല്ലോ ഒന്ന്. ഞാൻ റെക്കോർഡ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ തന്നിട്ടില്ലേ? നാല് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് ഒരു PDF തന്നു. അതില് ഫസ്റ്റ് റെക്കോർഡ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. അത് മിസ് ഏത് പിന്നെ എന്നാണ് ഏത് ഡേറ്റിനാണ് ഇതില് പിന്നെ നമ്മളെ ക്ലാസ് റൂമിലുള്ളത്? അത് നോക്കി എടുക്കാൻ. അല്ല ക്ലാസ് റൂമിലൂടെ PDF ടീച്ചർ അത് ഗ്രൂപ്പിലൊക്കെ കുറെ ഷെയർ ചെയ്തിട്ടുണ്ട്. ക്ലാസ് റൂമിൽ കിടപ്പുണ്ട് ഡീറ്റെയിൽ ഒക്കെ മിസ് തന്നത്. അതന്നെ ഏതാ ഡേറ്റ് അറിയാം? ടീച്ചറേ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ മൈ കളക്ഷൻ എന്നുള്ള ബുക്കില്ലേ, ആ ബുക്കില് ഏറ്റവും ലാസ്റ്റ് ഒരു ഡിജിറ്റൽ പെയിന്റിങ് അങ്ങനെ എന്തോ പറഞ്ഞിട്ടില്ലേ, കമ്പ്യൂട്ടറിൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞില്ലേ? നമുക്ക് കമ്പ്യൂട്ടറിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? അല്ലാതെ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലല്ലോ? വേറെ പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റൂ? കാരണം ചോദിക്കട്ടെ മിസ്സേ, ഈ എന്റെ ഫോണിൽ ആപ്പ് ഉണ്ട് കിഡ്സ് പെയിന്റിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ അതിനകത്ത് നമുക്ക് ഇങ്ങനെ പെയിന്റ് ചെയ്ത് ഞാൻ വേറെ നമ്പറിലേക്ക് എന്റെ ഫ്രണ്ടിന്റെ നമ്പറിലേക്ക് നമുക്ക് ഫോർവേഡ് ചെയ്യാം. എന്നിട്ട് അത് പ്രിന്റ് എടുത്താൽ മതിയോ? നമ്മള് സാധാരണ PDF ഒക്കെ എടുക്കുന്ന പോലെ. ഇതിന്റെ ഉദ്ദേശം എന്താന്ന് പറയാം. ഇപ്പോ LKG കുട്ടികളെ തന്നെ നേരെ കമ്പ്യൂട്ടർ ലാബിലേക്ക് കയറ്റും. ഇവരാദ്യം ചെയ്യുന്നത് ഈ പെയിന്റിംഗ് ആണ്, MS പെയിന്റിംഗ്. നമ്മൾ അവരെ പഠിപ്പിക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾക്കിത് യൂസ് ചെയ്യാൻ അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ആക്ടിവിറ്റി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എനിക്കറിയാം, പക്ഷെ നമ്മളെ ആരെങ്കിലും അങ്ങനെ ചെയ്യാൻ സമ്മതിക്കുമോ? അല്ല, കഫേയിലൊന്നും അങ്ങനത്തെ MS പെയിന്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. അവരുടെ ചോദിച്ചപ്പോ അവരങ്ങനെയാ പറഞ്ഞേ. ഹലോ മിസ്, ഞാനേ കുട്ടികളുടെ കമ്പ്യൂട്ടർ ബുക്കില് ലാസ്റ്റ് ഇങ്ങനെ MS പെയിന്റിങ്ങിന്റെ കുറച്ച് പിക്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് വെട്ടി ഒട്ടിച്ചാലും മതിയോ? ഇത് അങ്ങനെ വെട്ടി ഒട്ടിക്കുകയല്ല ഇതിന്റെ ഉദ്ദേശം. ഞാൻ പറഞ്ഞല്ലോ, സിസ്റ്റം നമുക്ക് യൂസ് ചെയ്യാൻ അറിയണം. സിസ്റ്റത്തിൽ പെയിന്റ് ചെയ്യാനായിട്ട് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. നിങ്ങൾക്കത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെ ഒരു പെയിന്റ് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാനോ അങ്ങനെയുള്ള സൗകര്യം ഇല്ലെങ്കിൽ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കുക. അത് മാത്രമേ ഉള്ളൂ. ആ ഒരു കാര്യം റെക്കോർഡ് കമ്പ്യൂട്ടറിന്റെ PGDC ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാം അറിയാം, നമുക്ക് ഇതിനെ കുറിച്ച് എല്ലാം അറിയാം. പക്ഷെ ഇപ്പോൾ അത് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലെങ്കിൽ എന്താ ചെയ്യാന്ന് ചോദിച്ചു. അതായത് ഓപ്ഷൻ ഇല്ല, നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ അറിയാം, ചെയ്യാൻ അറിയാം, അതുകൊണ്ട് പ്രോബ്ലം ഇല്ല. ഓക്കെ, ഈ അസൈൻമെന്റ് ഈ ആക്ടിവിറ്റി തന്നതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് ഇത് അറിഞ്ഞിരിക്കണം, പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാൻ. അതല്ലേ മിസ് പറയുന്നേ? അതെ അതെ. ഓക്കെ ഓക്കെ ഓക്കെ.
മിസ് ഞാനേ കമ്പ്യൂട്ടർ കോഴ്സ് കഴിഞ്ഞ് റിസൾട്ട് വന്നു. ഓക്കെ ഫൈൻ. DCA. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഞാൻ ആ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ മിസ് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ നമുക്ക് ഈ ഒട്ടിക്കാൻ പറഞ്ഞേക്കുന്ന ആ പിക്ചേഴ്സ് ഇല്ലേ, അത് നമുക്ക് ഇങ്ങനെ മേടിക്കാൻ കിട്ടില്ലേ? അത് ഈ ബുക്ക് സ്റ്റാളിലൊക്കെ കിട്ടുവോ ആ കൂട്ട് പിക്ചേഴ്സ്? കിട്ടും, പോലെ സ്റ്റേഷനറിയിൽ കംപ്ലീറ്റ് കിട്ടും. 5 രൂപയോ 10 രൂപയോ അങ്ങനെ എന്തോ ആണോ ഒരു ഷീറ്റിന്? ഇത്രയും പറയാൻ 5 രൂപ. അത് പിന്നെ ഞാൻ ഇവിടെ തന്നിരിക്കുന്ന ലിസ്റ്റ് മാത്രം ഒട്ടിക്കണം എന്നില്ല, കൂടുതൽ നിങ്ങൾക്ക് കിട്ടുന്ന ചെയ്യാം. ആരൊക്കെയോ ആർട്ട് ഫോംസ് ഓഫ് കേരള അല്ലെങ്കിൽ ആർട്ട് ഫോംസ് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയൊക്കെ കുട്ടികൾക്ക് കിട്ടി, അവരതൊക്കെ ഒട്ടിച്ചോട്ടെ. നമുക്ക് ഒരുപാട് പേജുകൾ ഇതിൽ ബാലൻസ് വരുന്നുണ്ടല്ലോ ടീച്ചർ. അപ്പൊ നമുക്ക് മറ്റുള്ള എന്തെങ്കിലുമൊക്കെ നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ശ്രദ്ധിക്കുക, നമ്മുടെ റെക്കോർഡ് ബുക്കിലെ പേജസ് എത്രത്തോളം ഉണ്ട്, അത് പകുതിക്ക് വെച്ച് ഒന്നും അല്ലാത്ത രീതിയിൽ നിന്ന് പോകരുത്. അപ്പൊ അതിനനുസരിച്ച് കംപ്ലീഷൻ ആകുന്ന രീതിയിൽ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് അതിനനുസരിച്ച് നോക്കിയിട്ടൊക്കെ ഒട്ടിച്ചു വെക്കുക. പേജ് ബാക്കിയുണ്ട്, കുട്ടികൾക്ക് ഒരു ഇൻഫോർമേറ്റീവ് ആവുന്ന രൂപത്തിലുള്ള കുറച്ച് ഐറ്റംസ് വാങ്ങി ഒട്ടിച്ചു. പിന്നെ അതുമല്ല നമുക്ക് ഒരു എന്താ പറയാ, ഈ ജിയുടെ സബ് ഹെഡിങ്സ് ആയിട്ടാണ് ഈ കൊടുത്തിരിക്കുന്ന എല്ലാം 1 തുടങ്ങി 15. ഇത് നിങ്ങൾക്ക് ലെഫ്റ്റും റൈറ്റും ഒട്ടിക്കാം, കാരണം നമുക്ക് ഇതിനകത്ത് റൈറ്റ് അപ്സ് ഒന്നുമില്ല, എഴുതുന്നൊന്നുമില്ല. അപ്പൊ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒട്ടിക്കാനായിട്ട് ഉപയോഗിക്കാം. മിസ്സേ, ഇത് കഴിഞ്ഞവർക്ക് അടുത്തത് എഴുതാൻ വേണ്ടിട്ട് അടുത്ത റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരുമോ? ഓക്കെ, പറഞ്ഞുതരാം. അതില് തെറ്റൊന്നുമില്ല, കാരണം കഴിഞ്ഞവർക്ക് അവര് വെറുതെ ഇരിക്കുവല്ലേ. നിങ്ങൾ ചെയ്യണ്ടല്ലോ. അല്ല, കഴിഞ്ഞില്ല എന്ന് കരുതി വിഷമിച്ച് അങ്ങനെ ഇരിക്കണ്ട. കഴിയാത്തവരെ അത് ചെയ്തോളൂ. ഞാൻ ഡീറ്റെയിൽസ് പറയുന്നതിൽ കുഴപ്പമില്ലല്ലോ. ഡീറ്റെയിൽസ് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ 2, 3, 4 കണ്ടോ, ഇല്ലസ്ട്രേറ്റഡ് ആക്ഷൻ റൈം ബുക്ക്, സ്റ്റോറി ബുക്ക്, പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റീസ്, ഈ 3ഉം കൂടെ ഒരുമിച്ചായിരിക്കും പറയുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 3ഉം നിങ്ങൾക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും ചെയ്യാം. 3 റെക്കോർഡ്സും ഇതൊക്കെ. 5ാമത്തെ ശ്രദ്ധിക്കേണ്ടായപ്പോ അത് നമ്മൾ ക്ലാസ്സിൽ ഇരുന്ന എഴുതുന്നത്, പ്രാക്ടിക്കൽസ് ചെയ്യുമ്പോൾ അതിന്റെ ഒപ്പം ക്ലാസ്സിൽ ഇരുന്ന എഴുതുന്നത്. അതുകൊണ്ട് 5നെ പറ്റി ഇപ്പൊ ചിന്തിക്കേണ്ട. നമ്മുടെ മോഡ്യൂൾ 3 ആവുമ്പോഴാണ് 5th റെക്കോർഡ് നമ്മൾ എഴുതാൻ പോകുന്നത്. അതിന് മുമ്പ് ഈ 2, 3, 4 ഒന്നാമത്തെ നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബർഡൻ ആയി പോയാലോ എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ പറഞ്ഞേട്ടോ. അപ്പൊ ഈ 3 എണ്ണം നിങ്ങൾക്ക് ഏത് ഓർഡറിലും വേണമെങ്കിൽ എഴുതാം. ഇതിനകത്ത് റൈം ബുക്ക് ഉണ്ട്, സ്റ്റോറി ബുക്ക് ഉണ്ട്. ഇത് രണ്ടും ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് പറയാം, അതിനുള്ള സമയമുള്ളൂ. നമ്മൾ തന്നെത്താനെ എഴുതേണ്ട റൈംസ് ആണ്, തന്നെത്താനെ എഴുതേണ്ട സ്റ്റോറിയാണ്. ഓക്കെ, ടെൻഷൻ വേണ്ട. ഞാൻ എഴുതിയത് കംപ്ലീറ്റ് ഞാൻ ക്ലാസ്സിൽ വായിച്ച് കേൾപ്പിക്കാം. ഇത് എഴുതുമ്പോൾ ഓരോ തീം തന്നിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സ്റ്റോറി ആണെങ്കിലും റൈം ആണെങ്കിലും. പിന്നീട് ഇല്ലിസ്ട്രേറ്റഡ് ആക്ഷൻ റൈം ബുക്ക് എന്നാണ്, അതുപോലെ ഇല്ലിസ്ട്രേറ്റഡ് ആക്ഷൻ സ്റ്റോറി ബുക്ക് ആണ്. ഇല്ലസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് കഥയാണോ അല്ലെങ്കിൽ എന്ത് റൈമാണോ ചെയ്യാൻ പോകുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പടവും കൂടെ വരച്ചിരിക്കണം. വരയ്ക്കുകയോ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ റൈം ബുക്കിനകത്ത് ഗ്രേറ്റ് പീപ്പിൾ, അവരെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു റൈംസ് എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ലെജൻസ് ആയിട്ടുള്ളവരെ നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്ന ആരെങ്കിലും രണ്ടെണ്ണം വീതമാട്ടോ എഴുതേണ്ടത്. 2 എണ്ണം. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഒരെണ്ണം പറഞ്ഞതാ. അത് ഞാൻ എഴുതിയത് എനിക്ക് പെട്ടെന്ന് എപ്പോഴും എന്റെ മനസ്സിൽ ഉള്ള 2 വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീസസ് ക്രൈസ്റ്റും അതുപോലെ തന്നെ മദർ തെരേസയാണ്. ഞാൻ ഇവരെ 2 പേരെ കുറിച്ചിട്ടാണ് ഞാൻ റൈം എഴുതിയത്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. എന്റെ റെക്കോർഡ് ബുക്ക് എവിടെയോ ഇരിക്കുന്നുണ്ട്. അത് ഇപ്പൊ നമുക്ക് അതിനുള്ള സമയമില്ല, ഞാൻ അത് അവിടെ ചെയ്യിപ്പിക്കാം. അപ്പൊ അതുപോലെ ഓരോന്നിനും ഓരോ തീമുണ്ട്, അതിനനുസരിച്ച് വേണം റൈം എഴുതാനും അതുപോലെ സ്റ്റോറി എഴുതാനും. സ്റ്റോറിയും ഇതുപോലെ തന്നെയുണ്ട്, മോറൽ സ്റ്റോറി. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, റൈം സ്റ്റോറി എഴുതുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന കുഞ്ഞു മക്കൾക്ക് ഡൈജസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കഥയും റൈമും ആയിരിക്കണം. ഈ സ്റ്റോറിയിൽ അവർക്കൊരു മെസ്സേജ് എപ്പോഴും ചെല്ലണം. അല്ലാണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റോറി ഒന്നുമല്ല, നമ്മുടെ ഹാപ്പി എൻഡിങ് ആയിട്ടുള്ള നല്ലൊരു മെസ്സേജ് കുട്ടികളിലേക്ക് അവർ ചിന്തിക്കുന്ന രീതിയിലുള്ളതായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. ക്ലിയർ ആയോ? ഈ 2ഉം ഞാൻ അടുത്ത ക്ലാസ്സിൽ
അവരുടെ ക്ലാസ്സിന്റെ ലാസ്റ്റ് ടൈമിൽ പറയാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. പിന്നെ പസിൽസ് ആൻഡ് കിഡ്സ് ആക്ടിവിറ്റി ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതില് അതൊന്നുമില്ല. കളിക്കുടുക്കൊക്കെ എങ്ങനെയാ, അതിൽ കുറെ ആക്ടിവിറ്റീസ് ഇല്ലേ, വഴി കണ്ടുപിടിക്കുക, കുത്തുകൾ ജോയിൻ ചെയ്ത്, ഡോട്ട്സ് ജോയിൻ ചെയ്ത് പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക, നമ്പർ ജോയിൻ ചെയ്ത് പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക, അങ്ങനത്തെ കുറെ ആക്ടിവിറ്റീസ് ഇല്ലേ. കളിക്കുടുക്കുക, മാജിക് പോട്ട്, അതിന്റെ ഇംഗ്ലീഷ് മാജിക് പോട്ട് അല്ലേ, അത് കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. അതാണ് നമ്മുടെ 4th വൺ. അതിലൊന്നും ആൻസർ ഇല്ല, എല്ലാത്തിനും ക്വസ്റ്റ്യൻസ് ഉള്ളൂ. മനസ്സിലായോ? അതെ അതെ. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് എഴുതാണോ അതിലുണ്ടാവോ അതിന് ഓരോ ടോപ്പിക് ഉണ്ട്, താഴേക്കുണ്ട്. ഞാനതിപ്പോ നമുക്കത് ഫുൾ ഡിസ്കസ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് പറയാത്തെ. ഒരു കാര്യം ചോദിക്കട്ടെ ടീച്ചറെ, പറഞ്ഞില്ലേ പസിൽസ് ആയിരിക്കും ഇപ്പൊ നമുക്ക് ഈസി ആയിട്ടുള്ളത്. കാരണം ഈ സ്റ്റോറിയും റൈംസ് ഒക്കെ നമുക്ക് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷിൽ കുറച്ചും കൂടി ഒന്ന് ഡെവലപ്പ് ആകാതെ നമ്മളത് സ്റ്റാർട്ട് ചെയ്താല് പ്രശ്നമാകും. കാരണം നമ്മൾ ഈ ബുക്കിൽ എഴുതുമ്പോൾ മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതണ്ടേ. അപ്പൊ ഗ്രാമർ മിസ്റ്റേക്കോ എന്തെങ്കിലുമൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇപ്പൊ തുടങ്ങിയ. നമുക്കിപ്പോ സെക്കൻഡ് ആയിട്ട് പസിൽ തുടങ്ങിയാലോ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് 2, 3, 4 ഞാൻ ഒരുമിച്ച് പറയുന്നത്. ഏത് ആദ്യം തുടങ്ങണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. ഇറ്റ്സ് യുവർ ഫ്രീഡം. അപ്പൊ പസിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുകയും പസിൽ ചെയ്യാം. ചിലർക്ക് പക്ഷെ റൈംസിനും സ്റ്റോറിക്കുമുള്ള ഒരു ത്രെഡ് മനസ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പോയി ആ റൈം എഴുതും. അത് ഞാൻ എഴുതിയത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് അപ്പൊ പിന്നെ എനിക്കും പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ എഴുതിയതെല്ലാം ഞാൻ കംപ്ലീറ്റ് ക്ലാസ്സിൽ വായിച്ച് കേൾപ്പിക്കാം. പിന്നെ എപ്പോഴും നമ്മൾ തന്നെ എഴുതാം കേട്ടോ. അത് വരും, തന്നെ വരും. ആ ഒരു ക്രിയേറ്റിവിറ്റി എപ്പോഴും. ഞാൻ ഇത് കിട്ടിയ ഉടനെ എന്റെ ചിന്ത ഇതായിരുന്നു, അയ്യോ ഞാനോ എഴുതാനോ, ഞാൻ എന്റെ ലൈഫിൽ ഞാൻ അങ്ങനെ എഴുതിയിട്ടൊന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിന് എഴുതാല്ലേ ടീച്ചറെ? ഇഷ്ടത്തിന് എഴുതാം. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകണതും അവർക്ക് നല്ലൊരു മെസ്സേജ് കിട്ടണതും ആയിരിക്കണം. അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വലിയ ആൾക്കാരുടെ ലെവലിൽ ചിന്തിച്ചിട്ടുള്ള കഥയോ കവിതയോ റൈംസോ ആയിരിക്കരുത് മാത്രം. റൈംസ് ഒക്കെ ആണെങ്കിൽ ഏകദേശം എത്ര ലൈൻസ് ഒക്കെ വേണം മാക്സിമം? ഞാനിപ്പോ ഇവിടെ 12 ലൈൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. കുഴപ്പമില്ല, 8, 12 ലൈൻസ് ഒക്കെ മതി. പിന്നെ റൈംസ് ഒക്കെ എഴുതുമ്പോ നമ്മുടെ മലയാളം, നമ്മൾ പണ്ട് നിങ്ങളൊക്കെ മലയാളം പഠിച്ചവരായിരിക്കും അല്ലെ സ്കൂളിൽ. അപ്പൊ നമ്മുടെ മലയാളം പദ്യത്തിൽ പ്രാസം എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നും പ്രാസം ഒപ്പിച്ച് റൈമിംഗ് ആയിട്ടൊന്നും എഴുതണം എന്നില്ല കേട്ടോ. നമ്മൾക്കതൊരു നല്ല രസമായിട്ട് ഒരു ടോണില് ആക്ഷൻ ആയിട്ട് കാണിച്ച് അവരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സെന്റൻസ്, സിമ്പിൾ ആയിട്ട് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുന്നതാണ് നല്ലത് അല്ലേ? ഞാൻ നമ്മുടെ ഫസ്റ്റ് ബാച്ചിൽ ഒരു കുട്ടി ചെയ്ത കാര്യം ഞാൻ പറയാം. അത് ഈ റെക്കോർഡ് കൊടുക്കുന്നതിന് മുമ്പ് കേട്ടോ. ക്ലാസ്സിൽ ആക്ഷൻ സോങ് ചെയ്യണമെന്ന് പറഞ്ഞു. പലരും ഓൾറെഡി ഉള്ള ആക്ഷൻ സോങ് ഒക്കെ പ്രസന്റ് ചെയ്തപ്പം ഒരു കുട്ടി ചെയ്തതാ. നമ്മള് കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചെറിയ വാവയായിരിക്കുന്ന സമയത്ത് വാവയുടെ കണ്ണെവിടെ എന്നൊക്കെ ചോദിച്ച് കളിപ്പിക്കാറില്ലേ, അത് അങ്ങനെ തന്നെ ഇംഗ്ലീഷില് നല്ല രസമായിരുന്നു. നല്ല നല്ല ടോണുമായിരുന്നു, ഭയങ്കര ക്യൂട്ടായിരുന്നു അത്. അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാം. നമുക്ക് അവരുടെ ബോഡി പാർട്സ്, എക്സ്റ്റേണൽ ബോഡി പാർട്സ് ഒക്കെ പഠിപ്പിക്കാനൊക്കെ ആയിട്ട് ആ ഒരു രീതിയിലൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യിക്കാം. ഈ റൈംസ് എഴുതണമെങ്കിലും സ്റ്റോറി എഴുതണമെങ്കിലും പിക്ചർ ആവശ്യമുണ്ട് അല്ലേ? എല്ലാത്തിനും പിക്ചർ വേണം. എന്തായിരുന്നു വേറൊരാളും കൂടെ എന്തോ ചോദിച്ചു, എന്താ ചോദിച്ചത്? ഇത് മൊത്തം എല്ലാ പ്ലെയറും ഇംഗ്ലീഷിലല്ലേ എഴുതണ്ടേ ആക്ടിവിറ്റി ഒക്കെ? അതെ ശരി. ഓക്കെ. സോ ടീച്ചർ ഒരു മിനിറ്റ്, ഞാൻ ലാസ്റ്റ് ആണ് ജോയിൻ ചെയ്തതേ. എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നോണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് എവിടെ മൂലം എടുത്തെന്നൊന്ന് പറഞ്ഞുതരുമോ? നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഒരു ഫ്ലോ ഡയഗ്രാം പോലെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എക്സ്പ്ലെയിൻ ചെയ്ത അതിലെ ഫസ്റ്റ് ലോ ഓഫ് വർക്ക് മാത്രമേ ചെയ്യിച്ചുള്ളൂ. നമ്മളുടെ ഈ ആഴ്ചത്തെ ക്ലാസ് ലീഡേഴ്സ് ക്ലാസ്സിലൊന്ന് ഇട്ടേക്കണം, അന്നന്ന് ക്ലാസ്സിൽ എന്തായിരുന്നു എന്നുള്ളത് ഇട്ടേക്കും. പിന്നെ നമ്മളൊരു കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. എവറി വീക്ക് ദിയർ വിൽ ബി 2 ക്ലാസ് ലീഡേഴ്സ്. അവര് ക്ലാസ്സിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ മെസ്സേജുകളും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. വേണ്ടുന്ന ആക്ടിവിറ്റീസ്, ക്ലാസ്സിൽ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് എല്ലാം അവര് ചാർട്ട് ചെയ്യും, കോർഡിനേറ്റ് ചെയ്യും. അതിപ്പോ ക്ലാസ് റൂമിലൊന്ന് മെസ്സേജ് ആയിട്ടൊന്ന് കൊടുത്തേക്കട്ടോ. നിങ്ങളുടെ പ്രൈവറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ, നോട്ട് ക്ലാസ് റൂം.
നിങ്ങളുടെ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പോ എന്താന്ന് വെച്ചാൽ അതിലൊന്ന് പറഞ്ഞേക്കും. അതിലെല്ലാം വരും ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാന്നൊരു ബ്രീഫിംഗ്. അപ്പൊ ഇവരത് പറയുമ്പോ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ അതെല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആയിരിക്കും ക്ലാസ്സിൽ എന്തായിരുന്നു എന്നുള്ളത്. ഓക്കെ, റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്കും അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. എന്തോ പാട്ട് പാടട്ടെ? പാടൂ, വീഡിയോ ഓൺ ചെയ്യണം. One an apple, one an apple, one an apple, just count. I am hungry, I am hungry, I am hungry, just count. Apple kiki, apple kiki, apple kiki, just count. Daughter coming, daughter coming, daughter coming, just count. Operation, 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 just count. Thank you, daughter, thank you, daughter, thank you, daughter, just count. Bye bye, daughter, bye bye, daughter, bye bye, daughter, just count. Thank you. വളരെ നന്നായിരുന്നു മോളെ. വെൽക്കം. ആപ്പിള് കഴിച്ചു വന്നിട്ട്. എന്താ മോളുടെ പേര്? ആയിഷ നദിറ. സൂപ്പറായി പാടിട്ടോ. എത്രയിലാ പഠിക്കുന്നത്? LKG. ആദ്യമായിട്ടാണ് ഒരു കുട്ടി ഒരു KG സെക്ഷൻ പറയാണ്ട് KG മാത്രം പറഞ്ഞേക്കുന്നേ. അല്ലെങ്കിൽ എല്ലാ കുട്ടികളും KGA KGB അങ്ങനെ പറയും. അത് ശരിയാ, അത് കേൾക്കാൻ തന്നെ രസമുണ്ട്. നമ്മളും പണ്ട് അങ്ങനെയായിരുന്നു. അവള് ക്ലാസ് തുടങ്ങിയ ടൈം തൊട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ പാടട്ടെ ഞാൻ പാടട്ടെ. അതിനെന്താ നന്നായി. നമ്മുടെ ടീച്ചറുടെ ക്ലാസ്സിലെ അവസരങ്ങൾ ഒരിക്കലും മിസ്സാക്കില്ല. വെരി ഗുഡ്, എന്തായാലും കൊള്ളാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആക്ടിവിറ്റി വരുന്നുണ്ട്. എവ്രിബഡി കമ്പൽസറി ആയിട്ട് ഒരു 30 seconds ഒരു ആക്ഷൻ സോങ് ചെയ്ത് നല്ല ഓഡിയോ വീഡിയോ ബാക്ക്ഗ്രൗണ്ട് നല്ല ക്ലിയർ ആയിട്ട്, മീൻസ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഒരു വീഡിയോ അയച്ചു തരണം എന്നാണ് സാറ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഒരു നമ്പർ പ്രൊവൈഡ് ചെയ്യും, ആ നമ്പറിലേക്ക് അയക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്പർ തരാം. അപ്പോ ഐ തിങ്ക് യു പീപ്പിൾ ക്യാൻ ലേൺ ഇറ്റ് ഫ്രം യുവർ കിഡ്സ്. ആയിഷയുടെ അടുത്തുനിന്ന് ആയിഷയുടെ അമ്മയ്ക്ക് പഠിക്കും. ഓക്കെ ആയിഷ, വെരി ഗുഡ്. ആയിഷ അത് പ്രസന്റ് ചെയ്തത് കാരണം ഇവിടെ മമ്മിമാർക്കെല്ലാം അതൊരു ഇങ്ങനെ ചെയ്യാലോ എന്നൊരു കിട്ടിയിട്ടുണ്ട്. സോ ഷീ ഈസ് ദ ഫെസിലിറ്റേറ്റർ ടുഡേ. താങ്ക് യു ആയിഷ, താങ്ക് യു. ഓക്കെ മാം, ഇപ്പൊ പറഞ്ഞ ആക്ടിവിറ്റിക്ക് ഓൺ റൈംസ് ആണോ, ഓൺ ക്രിയേഷൻ ആണോ, അതോ ഉള്ള റൈംസ് തന്നെ ആക്ഷൻ സോങ് ആണോ നമ്മൾ ചെയ്യേണ്ടത്? ഓൺ ക്രിയേഷൻ ആണോ എന്ന് ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ. 30 seconds മതി എന്നാ പറഞ്ഞത്. അപ്പൊ പിന്നെ ഒന്ന് നോക്കട്ടെ. നിങ്ങൾ അല്ലാത്തത് ക്ലാസ് റൂമിൽ ഒരു ആക്ഷൻ സോങ് എന്തായാലും നമ്മളുടെ ഒരു ആക്ടിവിറ്റി ഉണ്ട്. ആക്ഷൻ സോങ് മാത്രമല്ല റോൾ പ്ലേയും ഉള്ളതാണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. എല്ലാവരും ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ്, ക്ലാസ് റൂം ആക്ടിവിറ്റിയാണേ. സബ്മിറ്റ് ചെയ്യേണ്ടതോ അങ്ങനത്തെ ഒന്നുമല്ല. ക്ലാസ്സിൽ ഇപ്പൊ ആയിഷ വന്ന് പ്രസന്റ് ചെയ്ത് കാണിച്ചു തന്നില്ലേ, അതുപോലെ തന്നെ എവറിബഡി ഹാസ് ടു ഡു. ഇത് ഓഫീസിൽ നിന്ന് സാറ് പറഞ്ഞ കാര്യമാണ്. എല്ലാവരും നല്ല ക്ലാരിറ്റിയോടുകൂടി ഒരു വീഡിയോ ഓഡിയോ എല്ലാം നല്ല ക്ലാരിറ്റി ആയിട്ട് 30 സെക്കൻഡിൽ തീരുന്ന രീതിയിൽ ഒരു ആക്ഷൻ സോങ്. ഓക്കെ, then have a nice day. Thank you so much. കുറെ ബേബീസ് ഉണ്ടായിരുന്നു, എല്ലാവരും ഉറങ്ങിയോ? ഓക്കെ, ബൈ. താങ്ക് യു മിസ്. Thank you, miss. Thank you, miss. Thank you, miss. Thank you, miss. Okay, bye.